ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ദ്യനായ തിരുമേനി, വളരെ സ്നേഹാദരവുള്ള സഹോദര വൈദികരെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഇന്ന് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം തിരുവചനം പങ്കിടുവാൻ ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര സഭയിലെ ചെറുതും വലുതുമായ പല വേദികളിൽ ദൈവവചനം സംസാരിക്കുവാൻ ദൈവം തമ്പുരാൻ ബലഹീനായി എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന് ഈ വർഷം എന്നെ ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃതജ്ഞതയും ഞാൻ അറിയിക്കട്ടെ. പരിചയമില്ലാത്തവർ കാണും. വളരെ നല്ല വാക്കുകളിൽ എന്നെ പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്ത ശ്രീ സിബിയോടും എൻ്റെ പ്രത്യേകമായ സന്തോഷം അറിയിക്കട്ടെ. ഈ കൺവെൻഷൻ ഇത്ര മനോഹരമായി ക്രമീകൃതമായി നടത്തപ്പെടുന്നതിന് പിന്നിൽ തീർച്ചയായും അഭിവന്ദ്യ തിരുമേനിയുടെ ആ നേതൃത്വത്തിൻ്റെ പാഠവുമാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. എല്ലാം നന്നായി ക്രമീകരിച്ചിരിക്കുന്നു. വളരെ ചെറിയ കാര്യം പോലും ശ്രദ്ധിച്ചെന്നുള്ള അടയാളമാണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ ഒക്കുന്നു. അല്ലെങ്കിൽ എന്നെ നിങ്ങൾ പലരും കാണുകയില്ലായിരുന്നു. ശബ്ദം ചിലപ്പോൾ കേൾക്കാമായിരിക്കാം, പക്ഷെ കാണാൻ ഒക്കത്തില്ലായിരുന്നു. ഇന്ന് തിരുമേനി പ്രത്യേകിച്ച് ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ തല നിങ്ങൾക്ക് കാണാൻ ഒക്കുന്ന വിധത്തിൽ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തിരുമേനിയുടെ ഓരോ കാര്യങ്ങളുടെ ശ്രദ്ധ എത്രയധികമുണ്ടെന്നുള്ളതിന് വേറെ ഉദാഹരണം ആവശ്യമില്ലല്ലോ. അപ്പം അത്ര ശ്രദ്ധാപൂർവമായ നേതൃത്വമാണ് ഈ കൺവെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈദികരും ഒട്ടേറെ വൈദികർ വന്നു ചേർന്നിട്ടുണ്ട്. വന്നു ചേരുന്നു എന്നുള്ളതും വളരെ മനോഹരമായ നല്ല കാര്യമാണ്. ഈ ഇരിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോഴെനിക്ക് മറ്റൊരു സന്തോഷം കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട KG ചെറിയാനച്ചനും അതുപോലെ ജോൺ ഡാലിയിലെ എപ്പിസ്കോപ്പാച്ചനും മാത്യു തോമസ് അച്ഛനും ഒക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും, ശാമുലച്ചനുണ്ട്, അവരൊക്കെ ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ എൻ്റെ ശിഷ്യന്മാരും കൂടെയാണ്. അപ്പോൾ അതൊരു പ്രത്യേകമായ സന്തോഷമായിട്ട് കാണുന്നു. പിന്നെ ഇത്രയും നല്ല കാര്യം പറഞ്ഞെങ്കിലും ഒരു കുറവ് പറയണമല്ലോ. സ്ത്രീകളുടെ കസേരകൾ കുറേ ഒഴിവുണ്ട്. പുരുഷന്മാരുടെ ഭാഗം മുഴുവനും നിറഞ്ഞിരിക്കുന്നു. പലപ്പോഴും കൺവെൻഷൻ പന്തലുകൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. പുരുഷന്മാരുടെ ഭാഗത്ത് ഒത്തിരി ഒഴിവുണ്ടാകും, സ്ത്രീകളുടെ ഭാഗത്ത് ഒഴിവുണ്ടാവുകയില്ല. എന്നാൽ ഇവിടെ തിരിച്ചാണ്. പുരുഷന്മാരുടെ ഭാഗത്ത് ഒട്ടും ഒഴിവുമില്ല, നിറഞ്ഞ് ജനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. എന്നാൽ സ്ത്രീകളുടെ ഭാഗത്ത് കുറച്ച് കസേരകൾ ഒഴിവുണ്ട്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, കുഞ്ഞുങ്ങളും കുറവാണ്. അടൽസൊള്ളിയാണ് കൺവെൻഷൻ. അതിവിടെ മാത്രമല്ല, പലയിടത്തും സംഭവിക്കുന്നതാണ്. ആവുന്നു ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ ഈ കൺവെൻഷന് കൊണ്ടുവരണം. കാരണം എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ആ പിള്ളേർക്കേ ഉള്ളൂ. ഈ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് ആർക്കും മാനസാന്തരം വലുതായിട്ട് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല കേട്ടോ. പിന്നെ എന്തിനാ അച്ഛൻ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കുമായിരിക്കും. പിന്നെ ചിലർക്കൊക്കെ എന്തെങ്കിലും കൊച്ചു കൊച്ചു മാറ്റങ്ങളൊക്കെ വരുമായിരിക്കാം. അത് ഞാൻ പറഞ്ഞ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്പം പഠിച്ച മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 30-35 വയസ്സ് കഴിയുമ്പോഴേ പേഴ്സണാലിറ്റിക്ക് സ്റ്റാറ്റിക്കായ ഭാവമുണ്ടാകുന്ന, അതിൻ്റെ ഡൈനമിസം പോകും, മാറ്റങ്ങൾ അധികം വരികയില്ലെന്ന്. പിന്നെ വളരെ ഡ്രാസ്റ്റിക്കായ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായ മാറ്റം വരുമായിരിക്കാം. ഈ മാറ്റങ്ങൾ വരുന്ന കാലം പൈതൽ പ്രായവും യൗവനപ്രായത്തിലൊക്കെയാണ് മനുഷ്യർക്ക് മാറ്റങ്ങൾ വരും. ആശയങ്ങളും ചിന്തകളും സ്വാധീനിക്കുന്നത്, ജീവിതത്തിന് ചില ദർശനങ്ങൾ രൂപം കൊള്ളാൻ സഹായിക്കുന്നത് ആ പ്രായത്തിലാണ്. ചിലപ്പോൾ പിള്ളേർ മുഴുവൻ പ്രസംഗമൊന്നും അതേപടി അവർ മനസ്സിലാക്കിന്നിരിക്കുകയില്ല. അറ്റവും മൂലം കേൾക്കും, ചിലപ്പോൾ ഇരുന്നുറങ്ങും, ചിലപ്പോൾ അന്യോന്യം വർത്താനം പറയും. എങ്കിലും ആ കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നാളത്തെ സഭയ്ക്ക് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ മറക്കരുത്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇത് പ്രയോജനം ചെയ്യും. ഞാൻ എന്തെങ്കിലുമായി എന്നൊന്നും പറയത്തക്കവണ്ണം ആരുമല്ല. എങ്കിലും ഇന്ന് ഇവിടെ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നതിൻ്റെ പുറകിൽ 2 കാര്യങ്ങളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. കൺവെൻഷൻ പന്തലുകളിൽ പോയിരുന്ന് പ്രസംഗം കേട്ടിട്ടുണ്ട്. രണ്ടാമത് സൺഡേ സ്കൂൾ. ഞാൻ താമസിച്ചത് എൻ്റെ പള്ളിയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ട് പള്ളിയുമായിട്ടുള്ള അകലം കൊണ്ട് എല്ലാ ആത്മീയ സംഘടനകളൊന്നും സജീവമാകാൻ സാധിച്ചിട്ടില്ല. ഞായറാഴ്ചത്തെ സൺഡേ സ്കൂളും
കൺവെൻഷൻ പന്തലിൽ പോയിരുന്ന പ്രസംഗങ്ങൾ കേട്ടതുമാണ് ബാല്യമനസ്സിൽ അല്പമൊക്കെ ദൈവികമായ ചിന്തയുടെ ചില സ്ഫുലിംഗങ്ങൾ, ചില അംശങ്ങൾ കോറിയിടുവാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. വളരെ ഭംഗിയായി നടത്തപ്പെടുമ്പോഴും കുഞ്ഞുങ്ങൾ പന്തലിൽ വരണം, അവർ കേൾക്കണം, അവരിൽ പല ചലനങ്ങളുണ്ടാക്കും. പോട്ടെ, ഞാൻ ആമുഖം പറഞ്ഞ് ദീർഘിപ്പിക്കുകയില്ല. എനിക്ക് ഒരു അപ്പോളജി കൂടെയുണ്ട്, ഒരു ക്ഷമാപണമുണ്ട്. ഇങ്ങനെ ഓരോ വർഷവും ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രത്യേകമായി ഇവിടെ വചന ശുശ്രൂഷ നടത്തപ്പെടുന്നു എന്ന് ഞാൻ അത്രയും ഗൗരവമായി മനസ്സിലാക്കിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കൊക്കാപ്പുറമ്പലച്ചനെ വിളിച്ചപ്പോഴേ ടെലിഫോണിൽ ഒരു വിഷയം ഒന്ന് പറഞ്ഞു, പക്ഷെ അത് പിന്നീട് നോട്ടീസ് ലഭിച്ചില്ല. നോട്ടീസ് അങ്ങനെ അയച്ചു കൊടുക്കുന്ന പതിവ് ഇപ്പോൾ ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെ വളരെ കൂടുതൽ ഊന്നിക്കൊണ്ട് സംസാരിപ്പാൻ തക്കവണ്ണം ഞാൻ തയ്യാറായില്ലായിരുന്നു. അതിൽ ദയവായി ക്ഷമിക്കുക. അങ്ങനെ ഒരു വിഷയത്തിൽ കേന്ദ്രീകൃതമായൊരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. അഭിനന്ദനായ ഉസ്താദ് യുസ്മേനി വൈദിക സെമിനാരിയിൽ പഠിപ്പിച്ചും അദ്ദേഹത്തോടൊപ്പം നിരണം ഭദ്രാസനത്തിൽ ആദ്യം ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ച ഒരു വൈദികനാണ്. പിന്നീടാണ് മാവേലിക്കര ഭദ്രാസനത്തോട്ട് മാറ്റപ്പെട്ടു. അതുകൊണ്ട് തിരുമേനിയുടെ സ്വാധീനം പല നിലകളിൽ എൻ്റെ എളിയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തിരുമേനി പറയും, ചില വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴേ ആ വാക്യങ്ങളെടുത്ത് പ്രസംഗിക്കണമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പിച്ച ഒരു വാക്യമാണ് ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം പങ്കിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഈ വാക്യം കേട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം അധികം നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നോമ്പിലെ പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിലെ അനേകം ആശയങ്ങൾ നോമ്പിലെ പ്രാർത്ഥനകളിലുണ്ട്. ധനവാനെയും ദരിദ്രനെയും വിവേചിച്ച് ധനികനെ സ്വീകരിക്കുന്നതും ആദരിക്കുന്നതും അതേസമയം ദരിദ്രനെ അപമാനിക്കുന്നതും ഇതൊക്കെ തിന്മയാണെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുന്ന പ്രാർത്ഥനകൾ നോമ്പിലെ പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തോട് വളരെ സാമ്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ പ്രവാചക ശബ്ദമായിട്ടാണ് ഈ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തെ കാണുന്നത്. ദ പ്രോഫറ്റിക് ബുക്ക് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്, പുതിയ നിയമത്തിലെ പ്രവാചക പുസ്തകം. പഴയ നിയമത്തിൽ നമുക്കറിയാം മേജർ പ്രോഫിറ്റ്സ് ആൻഡ് മൈനർ പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും അടങ്ങിയ പ്രവചന പുസ്തകങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രവചന പുസ്തകം കാണുന്നില്ല. എന്നാൽ ആ ഒരു പുസ്തകമായി ഈ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തെ പരിഗണിക്കുന്ന അനേകം പേരുണ്ട്. ഈ യാക്കോബ് ശ്ലീഹ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ യാക്കോബ് അല്ല. ഇതൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാൻ ആമുഖത്തിൽ ഇതൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇത് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് എന്ന് പറയുമ്പോൾ വേദവിപരീതികൾ പറയുന്നത് പോലെ യൗസേപ്പിലും കന്യകമറിയാമിലും പിന്നീടുണ്ടായ സന്തതി അല്ല. അത് വേദവിപരീതികൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്ത് ആരോപിക്കുന്നതാണ്. സഭയുടെ പാരമ്പര്യം, സത്യവിശ്വാസപരമായ ചരിത്രം, അവിടെയൊക്കെ കന്യകമറിയാം നിത്യകന്യക തന്നെയാണ്. എന്നാൽ സഹോദരനായ യാക്കോബ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള യാക്കോബ് യോസെ എന്ന് പറഞ്ഞ് ഇവരവൻ്റെ സഹോദരനല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് കർത്താവിൻ്റെ സഹോദരനായി കണക്കാക്കപ്പെടുന്നത് യൗസേഫിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കളായി അതിനെ പാരമ്പര്യത്തിൽ കാണുന്നു. അങ്ങനെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ യാക്കോബ് ശ്ലീഹായ്ക്ക് പല വിശേഷണങ്ങളുണ്ട്. യെരുശലേമിലെ 1-ാമത്തെ എപ്പിസ്കോപ്പായാണ്.
പിന്നെയുമുണ്ട് അദ്ദേഹത്തിന് പല സവിശേഷതകൾ. നമ്മളത് വിശുദ്ധ ആരാധനയാണല്ലോ ഈ പ്രാവശ്യത്തെ ആരാധനയുള്ള സാക്ഷ്യമാണല്ലോ. ആരാധനയുടെ ആധാരമായിരിക്കുന്ന തക്സ ആരാധന ക്രമം, വിശുദ്ധ കുർബാന ക്രമം, അതിൻ്റെ മൂലരൂപം യാക്കോബിൻ്റെ പേരിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ആ യാക്കോബ് ഈ ലേഖനം എഴുതിയ യാക്കോബ് ശ്ലീഹായാണ്. പിന്നെയും ഈ യാക്കോബ് ശ്ലീഹായ്ക്ക് സവിശേഷതയുണ്ട്. സഭയിലുണ്ടായ ആദ്യത്തെ തർക്കം, ആ തർക്കം പരിഹരിക്കുവാൻ ഒരു സുന്നഹദോസ് കൂടി, യെരുശലേം സുന്നഹദോസ്. വേദപുസ്തകത്തിൽ പറയുന്ന സുന്നഹദോസ് അതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ ആ തർക്കത്തെക്കുറിച്ച് പരിഹരിക്കുവാനായി സുന്നഹദോസ് കൂടുമ്പോൾ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് യാക്കോബ് ശ്ലീഹായാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ഇരിക്കുന്ന പത്രോസ് ശ്ലീഹായുടെ സിംഹാസനം ആദ്യം മുതലേ വലിയ പ്രശസ്തമായിരുന്നെന്നും, അല്ലെങ്കിൽ അത് അപ്രമാദിത്വമുള്ളതാണെന്നും, അല്ലെങ്കിൽ ശ്ലീഹന്മാരുടെ മേലുള്ള അധികാരം പത്രോസ് ശ്ലീഹായ്ക്കൊക്കെ ഉണ്ടെന്നുള്ള ആ ചിന്ത പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾക്കില്ല. അതിൻ്റെ ഒരു കാരണം, യെരുശലേമിൽ ഇതുവരെ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ അധ്യക്ഷത വഹിച്ചത് പത്രോസ് ശ്ലീഹ അല്ല, യാക്കോബ് ശ്ലീഹയാണ് അധ്യക്ഷത വഹിച്ചത്. അങ്ങനെ അധ്യക്ഷത വഹിച്ച് അതിൻ്റെ തീരുമാനമെടുത്തു. അതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യമുള്ളത്, ആരാധനാക്രമം രചിച്ചു എന്ന പാരമ്പര്യത്തിൽ പറയപ്പെടുന്ന യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ആരാധനയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ സാമൂഹ്യപരമായ ബന്ധങ്ങളുള്ള ആശയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതറിന് ഈ പുസ്തകം ഒട്ടും ദഹിച്ചില്ല. അദ്ദേഹം ഈ പുസ്തകത്തിനൊരു പേര് കൊടുത്തു. ആ പേരെന്താണെന്ന് അറിയാമോ? സ്ട്രോ ഓഫ് ദ ബൈബിൾ. വേദപുസ്തകത്തിലെ കച്ചി എന്നാണ് ഈ പുസ്തകത്തിന് അദ്ദേഹം പേര് കൊടുത്തത്. മാർട്ടിൻ ലൂതർക്ക് വളരെ അധികമായ പ്രയാസമുണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഈ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം. അതിന് കാരണമുണ്ട്. നവീകരണം ഉണ്ടായപ്പോൾ മാർട്ടിൻ ലൂതർ അന്നത്തെ കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്തെന്ന് ഇല്ലാതെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒഴുകിയിരുന്ന ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനായി വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയും ഉന്നയിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു വെച്ച ആശയമാണ് വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. റിച്വൽസ് അല്ല, അനുഷ്ഠാനങ്ങളല്ല, വിശ്വാസമാണ് പ്രധാനം. ഹബക്കൂക്ക് പ്രവാചകനിൽ കാണുന്ന വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുമെന്നുള്ള ആശയത്തെ കുറച്ചുകൂടെ വിപുലീകരിച്ച് റോമാലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണം ശക്തമായി പഠിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസം ഉണ്ടാകണം. അതിനെ പിൻചൊല്ലിയാണ് പിന്നീട് വന്ന പെന്തക്കോസ്ത് സഭകളൊക്കെ വിശ്വസിച്ച് സ്നാനമേറ്റെങ്കിലേ രക്ഷയുണ്ടാകുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്ന അസംബന്ധമാണെന്നുള്ള പഠിപ്പീര്. ഞാൻ അതിനുള്ള മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. ഇതൊരു വിശ്വാസ പഠന ക്ലാസിൻ്റെ അന്തരീക്ഷമല്ലല്ലോ. ഏതായാലും പറഞ്ഞു വന്നത്, ഇങ്ങനെ വിശ്വാസത്താലുള്ള നീതീകരണം പഠിപ്പിച്ച ഈ മാർട്ടിൻ ലൂതർ വേദപുസ്തകം കുറച്ചുകൂടെ പഠിപ്പിച്ചപ്പോൾ യാക്കോബ് ശ്ലീഹ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. എന്താണെന്നറിയാമോ? ജീവിതമില്ലെങ്കിൽ വിശ്വാസം വ്യർത്ഥമാണ്. വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവിടെ പറയുന്നത്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. അപ്പൊ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് പഠിപ്പിച്ചപ്പോഴ് മാർട്ടിൻ ലൂതറിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തകർന്നുപോയി. പക്ഷെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകത്തെ തന്നെ അങ്ങ് വളരെ ചെറുതാക്കി ഇത് വേദപുസ്തകത്തിലെ കച്ചി പുസ്തകമാണെന്ന് പറയുകയുണ്ടായി. പോട്ടെ, ഇത് ഇത്രയും ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ പുസ്തകത്തിലെ ഇന്ന് ഞാൻ വായിച്ച വാക്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ സാങ്കത്യമുള്ളതായി എൻ്റെ മനസ്സിനെ മഥിക്കുന്നു. വികലമായി പോകുന്ന ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഭക്തി വളരെ വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ വികലമായ ഭക്തി. അവിടെയാണ് എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഞാനൊരു വ്യാഖ്യാനവും കൊടുക്കാതെ
ഇന്നത്തെ വ്യാഖ്യാനത്തിന്റെ വാക്കുകളുടെ അർത്ഥം അറിയാം. നിർമ്മലമായ ഭക്തി, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള നിർവ്യാജവും നിഷ്കളങ്കവുമായ ഭക്തി എന്താണ്? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഞാനിതിൽ രണ്ടാമത് പറഞ്ഞത് ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥ ഭക്തി എന്താണെന്നുള്ളത്. ഭക്തിയുടെ വൈകല്യം പല വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിച്ച് പറഞ്ഞു, അച്ഛാ, ഈ പ്രാവശ്യം ഞാൻ വലിയ നോയമ്പ് ആദ്യത്തെ ദിവസം മുതൽ ഞാൻ അങ്ങ് നോമ്പ് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ സാധാരണ എങ്ങനെയായിരുന്നു? അച്ഛാ, ഞാൻ പാതി പോലെ നോക്കാറുള്ളായിരുന്നു. അപ്പോൾ ഈ നോയമ്പ് മുറിച്ച് നോക്കുന്നവരുണ്ട് കേട്ടോ. ഇത് മുറിക്കാൻ ആരാ പഠിപ്പിച്ചതെന്നറിയാൻ വയ്യ. തന്നെത്താൻ ഓരോരുത്തരങ്ങ് മുറിച്ചോളുക. അവിടെ ചിലർ ഈ പാതി നോമ്പ് മുതലേ ഉള്ളൂ, ചിലർക്ക് നോമ്പ് തുടങ്ങുന്നത്. വേറെ ചിലർക്കുണ്ട് പിന്നെ 40-ാം വെള്ളി മുതലേ ഉള്ളൂ. പിന്നെ അത് പിന്നെ ഓശാന മുതലാകും. പിന്നൊടുവിൽ ഒരു ദിവസവും കാണുകയില്ല. അങ്ങനെയായിരിക്കും അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്ത്രീ കുറച്ചുകൂടെ ഭക്തിയുള്ളവരായിരിക്കാം. പക്ഷെ പറയാം, അച്ഛാ, ഞാൻ എല്ലാ വർഷവും നോമ്പ് നോക്കും, പാതി മുതലേ ഉള്ളൂ. എന്നാൽ ഞാൻ ഈ വർഷമുണ്ടല്ലോ, നോമ്പിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ ഞാൻ നോമ്പ് നോക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാര്യം എന്താ? അപ്പോഴാ സ്ത്രീ പറയുകയാണ്, മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുക, അവൾക്ക് വേണ്ടി അങ്ങ് നോമ്പ് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കണം, പരിശുദ്ധ വലിയ നോയമ്പിന് വന്നിരിക്കുന്ന മാറ്റം നോക്കിക്കേ. വലിയ നോയമ്പ് നോക്കാൻ സഭ പഠിപ്പിച്ചിരിക്കുന്നത് കൊച്ചിൻ്റെ പരീക്ഷ പാസ്സാക്കാനാണോ? കൊച്ചുങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണോ? കൊച്ചുങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കിട്ടാൻ വേണ്ടിയാണോ? അല്ല, പിശാചിനോട് പോരാടാനുള്ള നോമ്പേ സമാധാനത്തോടെ വരിക എന്നാ പറയുന്നേ. പക്ഷെ ഇപ്പൊ നമ്മൾ പാറ്റി പറയേണ്ടിയിരിക്കുന്നു, 10ാം ക്ലാസ് ജയിക്കാൻ പഠിപ്പിക്കുന്ന നോമ്പേ സമാധാനത്തോടെ വരിക. നല്ല മരുമക്കളെ ലഭിക്കാൻ സഹായിക്കുന്ന നോമ്പേ സമാധാനത്തോടെ വരിക. കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ സഹായിക്കുന്ന നോമ്പേ സമാധാനത്തോടെ വരിക. വികലമായില്ലേ? ഇവിടെയാണ് ഭക്തിയുടെ വൈകല്യം. നമ്മൾ എന്തൊക്കെയോ ആക്കി മാറ്റി. വലിയ നോയമ്പിന് മറ്റു യാതൊരു ലക്ഷ്യവുമില്ല. നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റു എന്തിന്? തിന്മയെ, സാത്താനെ ജയിപ്പാൻ, അതിനുള്ള ശക്തി നേടുക എന്നുള്ളതിനപ്പുറമായി യാതൊരു ലക്ഷ്യവുമില്ല. അങ്ങനെ ലക്ഷ്യം വെച്ചാൽ വികലമാണ്, വൈകല്യമുള്ളതാണ് നോമ്പ്. നോമ്പ് ഉപവാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇങ്ങനെ കാലം പറയുമ്പോൾ മാറിപ്പോകുന്നത് പോലെ നമ്മുടെ ഭക്തിയിൽ ഒട്ടേറെ വൈകല്യങ്ങൾ വന്നുകൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തി എന്തിനു വേണ്ടിയാണ്? ഭക്തി എന്ന് വെച്ചാൽ അറിയാം, ദൈവത്തോടുള്ള നമ്മുടെ ആരാധനാഭാവം, നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ആ സമുച്ചയത്തിന് ഭക്തി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. എന്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം? ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കുക. എന്തായി ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഒട്ടേറെ കാര്യം പറയാൻ കഴിയും. പക്ഷെ അല്പം കൂടെ നമ്മൾ ആഴത്തിലും നോക്കാമെങ്കിൽ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ ലോകത്ത് ജീവിച്ച ഒറ്റ ആളേ ഉള്ളൂ. ഈ ഭൂമിയിൽ വന്നു, ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു, മനുഷ്യന്റെ എല്ലാവിധമായ ബലഹീനതയും സ്വീകരിച്ച്, ബലഹീനത എന്ന് പറയുമ്പോൾ പാപമൊഴികെയുള്ള പലതും, വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം സ്വീകരിച്ച് നമ്മിൽ ഒരാളെ പോലെയായി ഒരാൾ ഈ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനായി ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചു. പക്ഷേ ആ മനുഷ്യനിൽ കളങ്കമുണ്ടായില്ല. ലോകത്താലുള്ള കളങ്കം ദൈവപുത്രനായ മനുഷ്യപുത്രന് യേശു തമ്പുരാൻ ഉണ്ടായില്ല. അതാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോകത്തിൽ വെളിച്ചം വന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ഇരുളോ അതിനെ കീഴടക്കിയില്ല. ഇരുള് കീഴടക്കാത്ത വെളിച്ചമാണ് ക്രിസ്തു. അതേ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവം വെളിച്ചമായിരുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. ഇൻ ഹിം there is no darkness. അവനിൽ ഇരുട്ടൊട്ടുമില്ല. ഇതാർക്ക് മാത്രം സാധിച്ചതാണ്? നസറാനായ യേശുവിന് മാത്രം സാധിച്ചതാണ്.
നസ്രാനായ യേശുവിന് മാത്രമേ സാധിക്കുകയുമുള്ളൂ. കാരണം അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. തൃത്വത്തിലെ രണ്ടാമനായ ദൈവമാണ്. ലോകത്താലുള്ള കളങ്കം പറ്റാത്തവനാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാണ് യഥാർത്ഥ ഭക്തി. അപ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാകും. ലോകത്താലുള്ള കളങ്കം പറ്റാത്ത ക്രിസ്തുവിനോട് ഏകീഭവിക്കാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കാനും അനുരൂപപ്പെടാനും സാധിക്കുമ്പോഴാണ് ഭക്തിയിലേക്ക് നിങ്ങൾ ഞാനും വളരുന്നത്. ഇതിനാണ് ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞന്മാര് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ദൈവീകരണം, തെയോസിസ്, ദൈഫിക്കേഷൻ, ദൈവീകരണം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ദൈവശാസ്ത്രത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും ആരാധനയുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു മറുപടിയുണ്ട്. തെയോസിസ്, ദൈവീകരണമാണ്. എന്താണ് ദൈവീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. യാക്കോബ് ശ്ലീഹ വളരെ ലളിതമായി നമ്മളോട് പറഞ്ഞു തന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കണം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്തിൽ ജീവിച്ചപ്പോൾ കളങ്കം പറ്റാതെ വേണം ജീവിച്ച നസറായ യേശുവിനോട്, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് രൂപാന്തരപ്പെടുക. അതിനാണ് പിതാക്കന്മാരെ പത്രോസ് ശ്ലീഹായുടെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവസ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരണം. ടു ബിക്കം പാർട്ടിസിപ്പൻസ് ഓഫ് ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരണം. ഇത് പത്രോസ് ശ്ലീഹ കുറച്ചുകൂടെ ദൈവശാസ്ത്രപരമായി ഗഹനമായ ഭാഷയിൽ പറഞ്ഞു. യാക്കോബ് ശ്ലീഹ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം. നമ്മുടെ ഭക്തി നമ്മളെ അതിന് സഹായിക്കുന്നുണ്ടോ? ഇതൊന്നുകൂടെ ഞാൻ അല്പം കൂടെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ, എന്താ ഈ ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ, ഈ ലോകം നമുക്ക് ചില തിന്മകളൊക്കെ ചെയ്യാനുള്ള അവകാശം ഇപ്പൊ തന്നിട്ടുണ്ട്, ചില സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കാതിരിക്കാൻ എന്താ ഈ ലോകം തന്നിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് ഒട്ടേറെ തിന്മകൾ ചെയ്യാനായിട്ട് ഈ ലോകം ഇപ്പൊ അങ്ങനെ അല്പം ആരെങ്കിലും മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഈ ലോകം ഇപ്പൊ വലിയ കുഴപ്പം വല്ലതും പറയുമോ? ഒന്നുമില്ല. ചില പെൺകൊച്ചുങ്ങൾ പോലും ഇപ്പൊ പറയും, ഓ ശകലം ഒന്ന് കുടിക്കാത്ത മനുഷ്യനാണാണോ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പറയും അതൊക്കെ ഒരു ഫാഷനായി പുരോഗമനമായി. സ്വല്പം ഒന്ന് സേവിക്കാൻ അറിയാൻ വയ്യാത്തവൻ പുരുഷനാണോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ ഇവിടെ ഇരിക്കുന്നവരല്ല കേട്ടോ, ഇവർക്ക് നല്ല ഭക്തിയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പൊതുവെ ലോകത്തിന്റെ ഒരു സ്വഭാവം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചില തിന്മകളൊക്കെ ഈ ലോകം അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിനകത്തൊരു തിന്മയായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. അനുവദിക്കപ്പെട്ട ലോകം അനുവദിക്കുന്ന തിന്മ വേണ്ട എന്ന് പറയുന്നിടത്താണ് ഭക്തി. ലോകം ഒട്ടേറെ തിന്മകൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഇന്ന് അനുവദിച്ച് തന്നിട്ടുണ്ട്. കുറേയൊക്കെ ആഡംബരത്തിൽ ജീവിക്കാൻ, കുറേയൊക്കെ സുഖകരമായി ജീവിക്കാൻ, കുറച്ചൊക്കെ സുഖഭോഗാസക്തികളൊക്കെ കൈകാര്യം ചെയ്യുവാൻ ഈ ലോകം ഇപ്പോൾ അതിനെയൊന്നും അത്ര മോശമായിട്ടൊന്നും കാണുകയൊന്നുമില്ല. ഇനി അതൊന്നും ഇല്ലെങ്കിലാണ് ഇന്നത്തെ ലോകം മോശമാണെന്ന് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഒരു 10-30 വർഷം മുമ്പ് പണ്ട് കല്യാണത്തിന് പോകുമ്പോൾ 30 വർഷമൊക്കെ അല്ലേ 10 ഇച്ചിരി അതിച്ചൂടെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. ഈ പെങ്കൊച്ചുങ്ങളെ ഈ ബ്യൂട്ടീഷ്യൻസിനെ കൊണ്ട് ഒരുക്കിക്കൊണ്ട് വരുന്ന ഒരു കാലം, തുടങ്ങിയ ഒരു കാലമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കും കുറച്ചു പേർക്കൊക്കെ അറിയാം. അന്ന് ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മാറി നിന്നുകൊണ്ട് ചില പറയുമായിരുന്നു, ഒരു പത്രാസ് കണ്ടില്ലേ പെണ്ണിനെ ദണ്ട് ഒരുക്കിക്കൊണ്ട് വന്നേക്കുന്നു, കോട്ടയത്തുനിന്ന് ആളിനെ കൊണ്ടുവന്നാ ഒരുക്കിക്കുന്നു, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇന്നോ ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കാതെ ഒരു പെങ്കൊച്ചിനെ പള്ളി കൊണ്ടുചെന്നാലോ എന്തോ ഒരു വൃത്തികേടായിപ്പോയി അല്ലേ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെമ്മക്കള് കല്യാണം കഴിക്കാറായി, ഇതില്ലാതെ കൊണ്ട് നിർത്താൻ ഒക്കുവോ? ഈ പ്രസംഗിക്കുന്ന എനിക്കും പറ്റുവോ? പറ്റത്തില്ല. കാര്യം ലോകം അംഗീകരിച്ചു ഇത് വേണം. 10-30 വർഷം മുമ്പാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പണത്തിന്റെ പത്രാസാണ്, അവരുടെ വലിപ്പം കാണിക്കാനാണ്, പെണ്ണിനെ ഒരുക്കാൻ ഇവിടെങ്ങും ആരും ഇല്ലായിരുന്നു, അങ്ങ് കോട്ടയത്തൊന്നും എറണാകുളത്തൊന്നും കൊണ്ടുവന്നു. ഇന്നോ ഈ ഒരുക്കമില്ലാതെ ചെന്നാൽ
ബാക്കിയുള്ളവർ പറയും എന്തോ ഒരു വൃത്തികേട്, എന്തോ ഒരു നാണക്കേടായിപ്പോയി. പക്ഷെ അതുകൊണ്ട് ആരും അതില്ലാതിന്ന് പെങ്കൊച്ചിനെ കൊണ്ടുവരത്തില്ല. ഇങ്ങനെ ലോകം ഓരോന്നോരോന്ന് അംഗീകരിച്ചു തരുമ്പോൾ, അനുവദിച്ചു തരുമ്പോൾ അത് ശരിയാണ്. ഇതിങ്ങനെ പോയി എവിടം വരെ ചെല്ലുമെന്നറിയാമോ? അമേരിക്കയിലൊക്കെ ചെന്നിട്ടുള്ള ചില പട്ടണങ്ങളിലൊക്കെ എങ്കിലും ഇപ്പൊ ചെന്നിട്ടുണ്ട്. നമ്മുടെ അമേരിക്ക താമസിക്കുന്ന ചില മനുഷ്യർ പറഞ്ഞിട്ടുണ്ട്, ചില അമേരിക്കൻ സുഹൃത്തുക്കൾ ചോദിക്കും, എത്ര നാളായി കല്യാണം കഴിച്ചിട്ട്? 40 വർഷമായി. എന്നിട്ട് 40 വർഷമായിട്ട് എത്ര കല്യാണം കഴിച്ചു? ഒന്നേ ഉള്ളൂ. അയ്യോ, എന്തോ ഒരു നാണക്കേടാ, 40 വർഷമായിട്ട് ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുകയാണോ? ഷെയിംഫുൾ. ഇതിനോടകം 3-4 എണ്ണമെങ്കിലും മാറരുതാഞ്ഞോ? അപ്പൊ അവിടെ ഒരാളിന്റെ കൂടെ 40 വർഷം ജീവിക്കുന്നത് നാണക്കേടാണ്, മോശമാണ്. നേരെ മറിച്ച് 3-4 എണ്ണം മാറാമെങ്കിൽ അതാണ് പുരോഗമനം. അതുകൊണ്ടാണ് വാല്യൂസ് ആർ നോട്ട് ആബ്സല്യൂട്ട് എന്ന് പറയുന്ന നിലയിൽ മൂല്യങ്ങൾ ആബ്സല്യൂട്ട് അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്താണ് അർത്ഥം എന്നറിയാമോ? മാറ്റമില്ലാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കാനുള്ള ധൈര്യം ഇത് നിങ്ങൾക്കും എനിക്കുന്നുണ്ടോ? നമ്മൾ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നലത്തെ മിനിയാത്തെ പത്രത്തിൽ റോമ പോപ്പ് സ്ഥാനത്യാഗം ചെയ്യാൻ പ്രഖ്യാപിച്ചു. എനിക്ക് അതിനകത്തിലെ അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചപ്പോൾ വളരെ ആകർഷണീയമായ കഥ തോന്നിയ കാര്യം, ഹിറ്റ്ലറിന്റെ സൈന്യത്തിൽ നിർബന്ധിതമായി സൈന്യസേവനം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ചെറുപ്പക്കാരൻ തോക്കെടുത്ത് വെടിവെക്കാനായിട്ട് പരിശീലിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തോക്കിനുള്ളിൽ തിരയിട്ടിട്ടില്ലായിരുന്നു. സാധ്യമാവുന്ന കാര്യമാണോ? ഏതെങ്കിലും പട്ടാളക്കാരന് ചിന്തിക്കാൻ നോക്കുന്ന കാര്യമാണോ? അവൻ പട്ടാളത്തിൽ പോവുകയും അവൻ പരിശീലിക്കുമ്പം എൻ്റെ തോക്കിനകത്ത് തിരയിടാൻ ഞാൻ സമ്മതിക്കുകയില്ല, അല്ലാതെ ഞാൻ ഈ തോക്ക് വെച്ച് വെടിവെച്ചോളാം, അതിന് വെള്ളം ഒഴിച്ചു വെടിവെക്കാനുള്ളതാണോ? പക്ഷേ അത് പറഞ്ഞത് സത്യമാണെങ്കിൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കുന്നതിന്റെ വളരെ നല്ല ഉദാഹരണം, ഹിറ്റ്ലറിന്റെ സൈന്യത്തിൽ പടയാളികളോടൊപ്പം ട്രെയിൻ ചെയ്യുമ്പോൾ തന്റെ തോക്കിനുള്ളിൽ തിര ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് നിൽക്കാനുള്ള തന്റെ ഇടം കണ്ടുപിടിച്ചെന്നെങ്കിൽ ആ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നു. എന്തോ ദൈവം അദ്ദേഹത്തെ കുറിച്ച് നിയോഗിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ആ ചെറുപ്പക്കാരൻ റോമൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി മാറി. അദ്ദേഹം ലോകത്താലുള്ള കളങ്കം പറ്റാൻ അനുവദിച്ചില്ല. ഇത് വളരെ അസാധാരണമായ ജീവിതമാണ്. നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടൊന്നും അത്ര എളുപ്പം പറ്റുന്നതല്ല. എങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്താ ഈ ലോകത്താലുള്ള കളങ്കം നമുക്ക് പറ്റിപ്പോയത്? ഒട്ടേറെ കാര്യം പറയാനുള്ളതിൽ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടൊക്കെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ ഭാഗത്തോട്ടും കടത്തുകൊള്ളാം. ഇന്ന് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ കളങ്കം, അല്ലെ പറ്റിക്കൊണ്ടിരിക്കുന്ന കളങ്കം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കളങ്കമാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു നല്ല ചിത്രീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ്? നോഹയുടെ കാലശേഷം ജനം പെറ്റുപെരുകി, അപ്പോൾ ജലപ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭൂമി വളരെ ഫലഭൂയിഷ്ഠമായി, എക്കലടിഞ്ഞു. ജനം കിഴക്കോട്ട് നടന്നു, ഷീനാർ എന്ന ദേശത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നല്ല മണ്ണ്, ഈ മണ്ണ് കൊണ്ട് പശപശപ്പുള്ള മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കാൻ അവർ കണ്ടുപിടിച്ചു. ഇഷ്ടിക കൊണ്ട് അവർ പട്ടണം പണിതു. ആദ്യം വീടുകൾ പണിത് കാണും, പിന്നെ പട്ടണം പണിതു. പട്ടണം പണിതു കഴിഞ്ഞപ്പോൾ അവർ ആഗ്രഹിച്ചു, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം കൂടെ പണിയാം. അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്കൊരു പേരാകും, നമുക്കൊരു പേരുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തോളം മുട്ടുന്ന ഗോപുരം പണിഞ്ഞു തുടങ്ങി. അപ്പോൾ യഹോയാദയും ഇറങ്ങി വന്നിച്ച് പറയുന്നു, ഓ, അവർ നമ്മെ കൂടാതെ ഇതെല്ലാം ചെയ്യത്തക്കവണ്ണം അവർ കഴിവുള്ളവരായിത്തീരുന്നു. വരുവീൻ, നമുക്ക് അവരുടെ ഭാഷയെ ചിതറിച്ചു കളയാം. അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തൃത്വത്തിൻ്റെ ഒരു വെളിപാട് അവിടെ ഉണ്ടെന്ന് പറയുന്നു. യഹോവയായ ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഏകവചനത്തിലാണ് എപ്പോഴും പറയുന്നതെങ്കിലും ചില സന്ദർഭങ്ങളിൽ നാം ബഹുവചന രൂപം ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അവരുടെ ഭാഷയെ ചിതറിച്ചു കളയാം. അങ്ങനെ അവിടെ വെച്ച് ഭാഷയെ ചിതറിച്ചു കളഞ്ഞു. അവരുടെ ഗോപുരം പണി അവിടെ നിന്നു. അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. പിന്നീട് നമ്മൾ വായിക്കുന്ന പെന്തക്കോസ്തിയിലാണ് പരിശുദ്ധാത്മാവ് വന്നിട്ട്
ഭാഷ, അന്യഭാഷയിൽ സംസാരിച്ചു. എങ്ങനെ? അറിയാൻ വയ്യാത്ത ഭാഷയിൽ, അന്യോന്യം മനസ്സിലാകാത്ത ഭാഷയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ജനത്തിന് അവരവരുടെ ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഷയിൽ ഐക്യത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ബാബേലിൽ സംഭവിച്ചത് ചിതറിപ്പോയി. എന്താണ് അതിനെക്കുറിച്ച് സദറാകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം? നിഗളം മൂലം ചിതറിപ്പോയി, അഹന്ത മൂലം ചിതറിപ്പോയി. ഞാൻ പറയും, ഇന്നത്തെ സംസ്കാരത്തിൽ നമ്മുടെ ആത്മീയതയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാപം അഹന്തയാണ്, നിഗളമാണ്. നിഗളമുള്ള ഒരു സംസ്കാരത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഒട്ടേറെ പറയാം. കൊച്ചു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിട്ടുകൊള്ളാം. ഈ അഹന്തയാ, അതായത് അവിടെ പട്ടണം പണിത് ഗോപുരം പണിയാൻ ആഗ്രഹിച്ചതിൻ്റെ പുറകിൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ മനുഷ്യരിൽ സൃഷ്ടിച്ചത് അഹന്തയാണ്. നമ്മുടെ സമൂഹത്തിലും വിദേശ പണം നമുക്ക് വന്നു, ഗൾഫ് അമേരിക്കൻ പണം വന്നു, നമ്മുടെ സാമ്പത്തികമായ നിലകളെല്ലാം മെച്ചപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കുനിഞ്ഞു കൊടുക്കാത്ത അഹന്തയുടെ മൂർത്തിമദ്ഭാവങ്ങളായി നിങ്ങൾ ഞാനും മാറിയിരിക്കുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്: എഡ്യൂക്കേഷൻ ക്യാൻ മേക്ക് യു സ്മാർട്ട്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് യു ഹോളിനെസ് ഇൻ യു. നിങ്ങളിൽ വിശുദ്ധി ഉണ്ടാക്കിയില്ല. വിദ്യാഭ്യാസം നിങ്ങൾ സ്മാർട്ട്നെസ് ഉണ്ടാക്കും, മിടുക്കന്മാരാക്കും. വിദ്യാഭ്യാസം പിള്ളേരെ മിടുക്കന്മാരാക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്കൂളുകളിലൊക്കെ വിട്ട് ICSE, CBSE, TCSE എന്തൊക്കെയെന്ന് പല സ്കൂളൊക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ വിട്ട് പിള്ളേർ നല്ല മിടുക്കരാ. പക്ഷെ പിള്ളേർ വിശുദ്ധരാകുന്നുണ്ടോ? സ്മാർട്ടാകുന്നുണ്ട്, കുട്ടികൾ സ്മാർട്ടാകുന്നുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറയുന്നു, only God can make them holy. ദൈവത്തിന് മാത്രമേ വിശുദ്ധന്മാരാക്കാൻ ഒക്കുള്ളൂ. വിദ്യാഭ്യാസം സ്മാർട്ടാക്കും. ശരി, ഇന്നത്തെ വിദ്യാഭ്യാസം വെച്ചാൽ നല്ല സ്മാർട്ടാക്കുന്ന വിദ്യാഭ്യാസമാണ്. പിള്ളേരെ തന്നെ ഈയിടെ ഒരു വല്യപ്പച്ചനോട് പറയാം, കൊച്ചനെ LKG പഠിക്കുന്നേ ഉള്ളൂ, നല്ല മുന്തിയ സ്കൂളിലാണ് പഠിക്കുന്നത്, LKG പഠിക്കുക. ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ നല്ല മുന്തിയ സ്കൂളിലൊക്കെ ഇപ്പോൾ നല്ല കാര്യമാണ്. കൊച്ചു പിള്ളേർ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നു, ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ മറുവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിള്ളേർ കുറച്ച് പേര് വളർന്നു വന്നു കഴിയുമ്പം ഇംഗ്ലീഷും അറിയത്തില്ല, മലയാളവും അറിയത്തില്ല. അങ്ങനെ കുഴപ്പങ്ങളുണ്ട്. പണ്ടത്തെ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ മലയാളാക്ഷരം മുഴുവൻ തെറ്റുകൂടാതെ എഴുതാൻ അറിയാൻ വയ്യായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതറിയത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ ചില പിള്ളേർക്കൊന്നും പിടിയില്ല, രണ്ടും പിടിയില്ല. പിന്നെ മിടുക്കര് പിള്ളേർ എല്ലായിടത്തും ഉണ്ട്, അവരെവിടെയെങ്കിലും രക്ഷപ്പെടും. പക്ഷെ പഴയ കാലത്ത് എല്ലാ പിള്ളേർക്കും മാതൃഭാഷയിൽ അവൻ്റെ പേരെങ്കിലും എഴുതാൻ അറിയാമായിരുന്നു. ഇപ്പോൾ പേരെഴുതാൻ അറിയാൻ ഏത് പിള്ളേരുണ്ട്? അതുകൊണ്ട് ഏതായാലും മുന്തിയ വിദ്യാഭ്യാസം ലഭിച്ച കൊച്ചിനെ കുറിച്ച് ഈ വല്യപ്പൻ എന്നോട് പറയാം, അച്ഛാ ഭയങ്കര മിടുക്കനാവൻ. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? അച്ഛാ അവന് അവൻ്റെ അപ്പൻ, വല്യപ്പൻ്റെയും വല്യമ്മനെ അവിടെ താമസിക്കുക, അപ്പനും അമ്മ പേർഷ്യല്ല, കൊച്ചിറക്കണി താമസിപ്പിച്ച് അവർ ജീവസന്ധാരണത്തിന് പോയതായിരിക്കാം, ഞാൻ ആരെയും ന്യായം വിധിക്കുന്നില്ല. ഏതായാലും ഈ കൊച്ചൻ വല്യപ്പൻ്റെയും വല്യമ്മനെ അവിടെ താമസിക്കുക. അവൻ നല്ല സ്മാർട്ടാണെന്നാണ് ഈ അപ്പച്ചൻ പറഞ്ഞ്. ഞാൻ ചോദിച്ചു, എന്താ അവൻ സ്മാർട്ടാണെന്ന് പറയാൻ കാര്യം? അച്ഛാ അവനെ ഞങ്ങൾ ഒരു കല്യാണത്തിന് വിളിച്ചു. ആ കല്യാണത്തിന് ഞാൻ വിളിച്ചപ്പോഴേ അവൻ പറയുകയാണ്, ഐ എം നോട്ട് കമ്മിങ്. പിള്ളേർക്ക് ഇംഗ്ലീഷ് കൂടുതൽ അറിയാമല്ലോ. അപ്പോൾ വല്യപ്പന് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ തിരിച്ച് പറയാൻ അറിയാൻ വയ്യ. അപ്പോൾ കൊച്ചൻ പറഞ്ഞ് മനസ്സിലായി, ഞാൻ കല്യാണത്തിന് വരുന്നില്ല എന്ന്. കൊച്ചൻ 5ാം ക്ലാസ്സിൽ 5 വയസ്സ് 1ാം ക്ലാസ് LKG പഠിക്കുന്ന കൊച്ചനാ. അപ്പോൾ വല്യപ്പനോട് ചോദിച്ചു, നീ എന്താ വരാത്തത്? കൊച്ചൻ പിന്നെ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു, that people who came to invite you, they didn't invite me. കൊച്ചു ചെറുക്കനാ, 9 പൈസ കൊച്ചനാ, അവനെ വിളിച്ചില്ലെന്ന്. 5 വയസ്സുകാരൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന അഹന്തയുടെ ചിത്രം എന്തുമാത്രമുണ്ട്. വിദ്യാഭ്യാസം സ്മാർട്ടാക്കിയിട്ടുണ്ട്. അവൻ പറയാൻ സാധിക്കും, ഞാൻ വരുന്നില്ല, എന്നെ വിളിച്ചില്ലെന്ന്. ശരിയാ, കല്യാണത്തിന് വിളിക്കാൻ വന്നപ്പോൾ പ്രായമുള്ള വല്യപ്പനെയും വല്യമ്മയും വിളിച്ചു. ആ കൂട്ടത്തിൽ ഈ കൊച്ചുങ്ങളുടങ്ങി ചെല്ലുമെന്ന് വിചാരിച്ചു. പണ്ടങ്ങനെ ആയിരുന്നല്ലോ. പണ്ട് നമ്മൾ നോക്കിയിരിക്കുക ആരെങ്കിലും കല്യാണത്തിന് വിളിക്കണേ എന്ന്. ആരും നമ്മളെ പ്രത്യേകം വിളിക്കണ്ട, അതിൻ്റെ കൂടെ നമ്മൾ അങ്ങ് പൊയ്ക്കോളും. നല്ലൊരു സദ്യ കഴിക്കാൻ കിട്ടുന്ന അവസരമാണ്. ഇന്ന് പിള്ളേർ പോയില്ല, കാരണം അഹന്തയായി പോയി. കൊച്ചു പിള്ളേരുടെ മനസ്സിൽ വരെ അഹന്തയായി. ഈ അഹന്ത
അടിമുടി നമ്മളെ ബാധിച്ചിരിക്കുകയാണ്. ഞാൻ അല്പം കൂടെ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, ചിലപ്പോൾ നിങ്ങൾ യോജിക്കുകയില്ലായിരിക്കും. ഉസ്താദ് ഓർമ്മ കൊണ്ടാടുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഞാൻ ഇന്നലെ അവിടെ ഒരു സുവിശേഷ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. എനിക്ക് കിട്ടിയ ഒരു ആശയം ഞാനവിടെ പറഞ്ഞു, ഇവിടെയും പറയുകയാണ്. നമ്മുടെ സഭ എന്തുകൊണ്ട് ഒരു സുവിശേഷ വിഹിത സഭയായി മാറിയില്ല? സുവിശേഷം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരാധനയിൽ കൂടെയുള്ള സുവിശേഷമൊക്കെ ഉണ്ട്, ആ നിലയിലുള്ള സുവിശേഷമൊക്കെ ഉണ്ട്. പക്ഷേ പുരാതനമായൊരു സഭ, കാര്യമായ വളർച്ചയില്ലാത്ത, ഇപ്പോഴും നമ്മുടെ കൂടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നതല്ലാതെ ആരെങ്കിലും ഇങ്ങോട്ട് ചേരുന്നുണ്ടോ? ഇല്ല, നമ്മുടെ കൂടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പ്രധാനമായ ഒരു കാര്യം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്, ഞാനെന്ന് പറയുമ്പോൾ ആരുമല്ല, എങ്കിലും അവിടെ അഹന്തയുണ്ട്, ക്ഷമിക്കുക. ഏതായാലും അവിടെ എൻ്റെ ഒരു എളിയ ചിന്ത, ആദിമസഭ കടപുഴകി എറിഞ്ഞ ഒരു സിദ്ധാന്തം, അത് കളയാൻ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിച്ചില്ലായിരുന്നു. എന്താണെന്നറിയാമോ? ആദിമസഭയിൽ ഒരു തർക്കമുണ്ടായി. യഹൂദന്മാര് പുറജാതികൾ സഭയിൽ ചേരുമ്പോൾ യഹൂദന്മാരായി പരിച്ഛേദന സ്വീകരിച്ച് സഭയിൽ ചേരണമെന്ന് യഹൂദന്മാർ ശാഠ്യം പിടിച്ചു. പത്രോസ്ലീഹ അതിന്റെ കൂട്ടു നിന്നു. പൗലോസ്ലീഹ എതിർത്തു. ക്രിസ്തുവിൽ യഹൂദനൊന്നും യവനൊന്നുമില്ല, ക്രിസ്തുവിൽ പുതിയ ജീവനാണ് പ്രധാനം. അവിടെ നിന്നാണ് സഭ വളർന്നത്. പക്ഷേ മലങ്കര സഭയ്ക്ക് വളരാൻ സാധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? മലങ്കര സഭ ഒരു, ഞാൻ പറയും, ചരിത്രത്തിൽ നിരക്കാത്ത ഒരു കാര്യം വളരെ ആഭരണത്തോടുകൂടെ നമ്മൾ കണ്ടാഭരണമായി കൊണ്ടു നടക്കുന്നു. നമുക്ക് ബ്രാഹ്മണ മേധാവിത്വം ബ്രാഹ്മണരിൽ ആരംഭിച്ചു എന്ന്. ചരിത്രത്തിൽ നിരക്കാത്തതാണത്. ഈ ഹൈ കാസ്റ്റ് മെന്റാലിറ്റി ഈ സഭയെ സുവിശേഷ വിഹിതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ചരിത്രം തിരുത്തി എഴുതണം. ഞാൻ ചരിത്രകാരനല്ല, എങ്കിലും ക്രിസ്തുവിന്റെ സുവിശേഷം ഇനിയും അർത്ഥഗർഭമായി ഈ സഭയ്ക്ക് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ ചരിത്രകാരന്മാർ തെറ്റായി എഴുതിയിരിക്കുന്ന ഈ ചരിത്രം തിരുത്തി എഴുതണം. നിങ്ങളുടെ പിതാക്കന്മാർ ആരായിരുന്നു? ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽക്കാരോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ പൂർവികർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു മറുപടി പറയണം. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ കാണാം. അത് യഹോവയായ ദൈവം അവരോട് പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങളുടെ പൂർവികർ ആരാണെന്ന് നിങ്ങൾ പറയേണ്ടതെന്ന് അറിയാമോ? മൈ ഫാദർ വാസ് എൻ വാണ്ടറിങ് അറാമൈറ്റ്. എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. അവൻ വന്ന് മിസ്രൈമിൽ വന്ന് ജീവിച്ചു. നിങ്ങൾ അത് പറയണം. വലിപ്പം പറയാനല്ല യഹോവയായ ദൈവം ഇസ്രായേൽക്കാരെ പഠിപ്പിച്ചത്. മൈ ഫാദർ വാസ് എൻ വാണ്ടറിങ് അറാമൈറ്റ്. എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. അല്ലാതെ വലിപ്പം പറയാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും സന്തതിയായിരുന്നു പറഞ്ഞ് വലിപ്പം പറയാനല്ല യഹോവയായ ദൈവം ഇസ്രായേൽക്കാരെ പഠിപ്പിച്ചത്. ഇത് പറയണമായിരുന്നു. Our father was a wandering Palestine Jew who came as the disciple of Christ and he founded the church. അവിടെയാ കൊണ്ട് ചരിത്രം നിർത്തേണ്ടത്. അല്ലാതെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ള ചരിത്രം പറഞ്ഞ് വലിപ്പം ഭാവിച്ച് ഈ സുവിശേഷത്തെ അർത്ഥഗർഭമായി ലോകത്തിന് കൊടുക്കാൻ ഒക്കാതെ പോയി. ഇന്ന് സെക്കുലർ ചരിത്രം പഠിപ്പിച്ചില്ലേ ഈ ചരിത്രം തെറ്റാണെന്ന്? ആദിമസഭയിലെ ബ്രാഹ്മിൻസ് ഇല്ലായിരുന്നു. അല്ലേ തന്നെ നമ്മളെ കണ്ട ബ്രാഹ്മിൻസിനാണോ? നമ്മളെ കണ്ട എന്തുകൊണ്ടാ, ഏത് രീതിയിലാണ് ബ്രാഹ്മിൻസ്? ഇത്രയും ഇറച്ചി കഴിക്കുന്ന മനുഷ്യർ വേറെയില്ല. മീൻ ഇറച്ചിയില്ലാതെ നമ്മൾ ജീവിക്കുമോ? ചണ്ടാള സംസ്കാരത്തിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്? നോമ്പ് വന്നുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി വേണ്ടാന്ന് വെച്ചെന്നിരിക്കും. അല്ലെങ്കിൽ ഇത്രയും മീനും ഇറച്ചും കഴിക്കുന്ന ഒരു വർഗം നമുക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നത്? ഒരു വെജിറ്റേറിയൻ സംസ്കാരം നമുക്കുണ്ടോ? ഇതൊക്കെ പറയുന്നത് എവിടെ അറിയാമോ? അഹന്തയുടെയും വലിപ്പത്തിൻ്റെയും ഒരു സംസ്കാരം. താഴ്മയുടെ സംസ്കാരം നമുക്കുണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാക്കിയെടുക്കണം പ്രിയരെ. നസറായ യേശു ഇതെല്ലാം വിട്ടു താഴേക്ക് ഇറങ്ങി വന്ന് ദാസരൂപം വേണ്ട ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ആ താഴ്മയുടെ ഒരു ചരിത്രം. ഹ്യൂമിലിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ്. ഇത് നമുക്കിന്ന് ഇല്ല. കുറേ കൂടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അഹന്തയുടെ, ഞാൻ പറയുന്നത് ക്ഷമിക്കണം കേട്ടോ, തിരിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രാവശ്യത്തെ പരിശുദ്ധ ബാവാതിരുമയുടെ കാതോലിക്കാ ദിനത്തിന്റെ കൽപ്പനയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട്, വലിയ പള്ളി, കത്തീഡ്രൽ, പിന്നെ മഹാ ഇടവക, പിന്നെ വേറെ തീർത്ഥാടന കേന്ദ്രം എല്ലായിടത്തും ഉള്ളവർ ഒരു വീട്ടിന് 125 രൂപ വെച്ച് കൊടുക്കണമെന്ന്. വേണ്ട, അത്രയെങ്കിലും കൊടുത്തു, നല്ല കാര്യം. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയരെ,
ഇതിൻ്റെ പിറകിൽ നമുക്ക് കൂട്ടമായ അഹന്തയുടെ ഒരു പ്രകടനമല്ലേ? അല്ലാതെ പിന്നെന്തുവാ? ആരാധിക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരുശരീരത്വങ്ങൾ അൾത്താരയിൽ വെച്ച് അത് കർത്താവിന്റെ തിരുശരീരത്താണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എന്തിന് അതിൽ കൂടുതൽ ബഹുമതി എന്താണ്? പിന്നെ ഓരോ പള്ളിക്ക് പ്രത്യേകമായിട്ടുള്ള അലങ്കാരികത നിങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ അഹന്തയുടെ പ്രകടനം. പക്ഷെ ആരും സമ്മതിക്കുകയില്ലായിരിക്കാം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അഹന്തയാണ് നിങ്ങളെ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താഴ്മയുണ്ടാകുന്നൊരു സംസ്കാരം, ആത്മീയ സംസ്കാരത്തിന്റെ ഏറ്റവും ഉദാത്തമായ വശം എന്തെന്നറിയാമോ? താഴ്മയാണ്. ഹ്യൂമിലിറ്റി ഈസ് എ മദർ ഓഫ് ഓൾ വെർച്യൂസ്. താഴ്മയാണ് എല്ലാ നന്മകളുടെയും അമ്മയെന്നാണ് പഠിപ്പിച്ചത്. ഓഗസ്റ്റീനോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രൈഡ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. അഹന്തയാണ് എല്ലാ തിന്മകളുടെയും കാരണം. പ്രൈഡ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. പ്രൈഡ് മേഡ് ദ ഏഞ്ചൽസ് ഇൻടു സേറ്റൻ. ഹ്യൂമിലിറ്റി മേക്സ് മെൻ ഇൻടു ഏഞ്ചൽസ്. അഹന്ത മാലാഖമാരെ പിശാചുക്കളാക്കി മാറ്റി, താഴ്മ മനുഷ്യരെ മാലാഖമാരാക്കി മാറ്റും. അതുകൊണ്ട് ഈ അഹന്തയുള്ള ഒരു സംസ്കാരം, പ്രത്യേകിച്ചും നമുക്ക് സമ്പത്തും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, പണ്ട് അല്പമെങ്കിലും താഴ്മയൊക്കെ ഇല്ലായ്മയുടെ പേരിലുണ്ടായിരുന്നു, അതുപോലെ ഇപ്പോഴില്ലാതെയായിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഞാൻ പറയും, ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരൊക്കെ വിശകലനം ചെയ്യും, ബലാത്സംഗവും എല്ലാം വർദ്ധിക്കുന്നു, അവരെ എല്ലാം അങ്ങ് തൂക്കിക്കൊല്ലണം, അവരെ എല്ലാം സിറിഞ്ച് വെച്ച് വന്ധ്യംകരിക്കണം, പട്ടിയെ ചെയ്യുന്ന പോലെ. ഈ പുരുഷവർഗം എല്ലാം പത്രങ്ങൾ വായിച്ചാൽ തോന്നും ഈ 60 കോടി ഇന്ത്യക്കാർ പുരുഷന്മാർ മുഴുവനും ബലാത്സംഗം ചെയ്യാൻ നടക്കുന്നവരാണ്. സ്ത്രീകളെല്ലാം പരിശുദ്ധകളും പുരുഷന്മാരെല്ലാം ബലാത്സംഗം ചെയ്യാൻ നടക്കുന്നവർ. അതുകൊണ്ട് അവരെ എല്ലാം തൂക്കിക്കൊല്ലണം. എന്തെല്ലാമാണ് പത്രങ്ങളിൽ അങ്ങ് വലിയ ഗീർവാണ പ്രസംഗങ്ങളല്ലേ ഓരോരുത്തരും. എനിക്കതിനൊക്കെ മറുപടിയുണ്ട്, പക്ഷേ ഇപ്പം ഞാനൊന്നും പറയാൻ അതിനുള്ള സമയമല്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കും, ഇവിടെ വില്ലൻ എവിടാന്നറിയാമോ? അഹന്തയാണ് ഏറ്റവും വലിയ വില്ലൻ. ഒരു താഴ്മയുള്ള മനുഷ്യൻ ബലാത്സംഗം ചെയ്യാൻ പോവുകയില്ല. അവനിൽ ദുർമോഹം ഉണ്ടായാൽ അവൻ ദൈവകൃപയിൽ ആശ്രയിച്ചതിനെ അതിജീവിക്കും. അഹന്തയുള്ളവനാണ് കടന്നാക്രമിക്കാൻ പോകുന്നത്. എല്ലാ തിന്മയുടെ ഉറവിടം അഹന്തയാണ്. ഏത് തിന്മയെടുത്തോ, പണമുണ്ടാക്കാനുള്ള ത്വരയാണെങ്കിലും, കടന്നാക്രമിക്കാനാണെങ്കിലും, അധികാരം കൈവരിക്കാനാണെങ്കിലും, ബലാത്സംഗം ചെയ്യാനാണെങ്കിലും, ഏത് തിന്മയുടെ പുറകിലും അഹന്തയാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുകയില്ല. കാരണം പാപമെന്നും തിന്മയെന്നും പിശാച് എന്ന് പറയുന്നത് അവരുടെ നിഘണ്ടുവിലുള്ളതല്ല, ദൈവശാസ്ത്രത്തിലുള്ളതാണ്. പാപം ഒരു യാഥാർത്ഥ്യമാണ്, പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് കീഴടക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം ദൈവത്തെക്കാൾ വലിയതല്ല. അതുകൊണ്ട് ഈ തിന്മ, അഹന്തയുടെ കടന്നാക്രമണം വളരെയധികമായി എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിൽ ഒരു താഴ്മയുടെ സംസ്കാരത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളത് ആലോചിക്കണം. ലോകത്താലുള്ള കളങ്കം നമുക്കെല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. പിന്നെയും ചില കാര്യങ്ങൾ പറയാനുണ്ട്, ആ ഭാഗം വിടുകയാണ്. ലോകത്താലുള്ള കളങ്കം പറ്റുന്ന വേറെ ചില വിഷയങ്ങൾ, ഒരു സംഭവത്തിൽ കൂടെ അനേകം കാര്യങ്ങൾ കാണാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11ഉം 12ഉം അധ്യായങ്ങളിൽ അവിടെ കാണുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കൊച്ചു ചെറുക്കൻ, ഇശായി എന്ന് പറയുന്ന പിതാവിന് 8 മക്കൾ ഉണ്ടായിരുന്നു. കൃഷഗാത്രനായ കൊച്ചിനെ രാജാവാക്കാൻ ശമൂവേൽ പ്രവാചകൻ വരുമ്പോൾ, അവനെ അതിനൊന്നും കൊള്ളുകയില്ല, അവൻ കൊച്ചു ചെറുക്കനാ, വേണ്ട, അവന്റെ രൂപവും ഭാവവും ഒന്നും നോക്കണ്ട, അവനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കൊച്ചന്റെ ജീവിതം എത്ര മനോഹരമായ ജീവിതമായിരുന്നു. അവൻ ആടുകളെ മേയ്ക്കാൻ പോകുന്നു, സിംഹം അവന്റെ നേരെ ചാടി വരുന്നു, സിംഹത്തെ പിടിച്ചവൻ ആട്ടിൻകുട്ടിയെ കൊല്ലുന്നത് പോലെ അവൻ കൊന്നുകളഞ്ഞു. കരടി അവന്റെ നേരെ വരുന്നു, കരടിയെ പിടിച്ചവൻ ഞെരടി കൊന്നുകളഞ്ഞു. ഒടുവിൽ മലനായ ഗോലിയാത്ത് കടന്നു വരുന്നു. പടച്ചട്ടയുമിട്ട് ഗോലിയാത്ത് വന്ന് ഗർജിക്കുകയാണ്. ഈ പാവം കൊച്ചന്റെ കയ്യിൽ വലിയ പടച്ചട്ട ശൗല് ഊരിക്കൊടുത്തു. എനിക്ക് വേണ്ട, അതിട്ടൊന്നും എനിക്ക് പരിചയമില്ല. അവൻ അങ്ങോട്ട് ഇറങ്ങി. അവന്റെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ട്, ഒരു കമണിയുണ്ട്, 3-4 കല്ലും കയ്യിലുണ്ട്. തോട്ടിൽ നിന്ന് 4 കല്ലും എടുത്ത് കമണിയിൽ വെച്ചുകൊണ്ട് അവൻ പുറത്തോട്ട് ഇറങ്ങുന്നു. ഗോലിയാത്ത് ഗർജിക്കുകയാണ്, നീ എന്താടാ എന്നോട് പോരാടാൻ? ഞാനൊരു നായാണോ? നീ വടിയും കൊമ്പുമായിട്ടൊക്കെ എന്നെ ആക്രമിക്കാൻ വരുന്നത്? നിന്നെ ഞാൻ കൊല്ലും. ഗോലിയാത്ത് വെല്ലുവിളിച്ചു. ദാവീദ് മറുപടി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സിംഹത്തെയും കരടിയെയും പിച്ചു ചീന്തുവാൻ എനിക്ക് ശക്തി തന്നുവെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കും, നിന്റെ വംശത്തെ ഞാൻ നശിപ്പിക്കും. കൊച്ചുകാർക്ക് ധൈര്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്. അത് കഴിഞ്ഞ്
2 കല്ലെടുത്ത് ഒറ്റയേറും കൊടുത്തു. മല്ലൻ തകർന്ന് താഴെ വീണു. അവനെ കൊല്ലുവാൻ പോലും ആയുധമില്ലായിരുന്നു. അവന്റെ വാളെടുത്ത് അവനെ വെട്ടിക്കൊന്നു. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ് ജനം അവനെ ആർപ്പ് വിളിച്ചെതിരേറ്റു. രാജാവിന് അസൂയായി കൊല്ലാൻ ഈ കൊച്ചൻ ഓടി ഓടി നടക്കുകയാണ്. പലയിടത്തും ഓടി ഓടി നടന്നു. ദൈവത്തിന്റെ കൃപ എത്ര അധികമായി ആ ബാലന്റെ കൂടെ ഉണ്ടായിരുന്നു. കാലമങ്ങ് മാറി. ശൗൽ മരിച്ചു, ദാവീദ് രാജാവായി. അടുത്തടുത്തുള്ള രാജ്യങ്ങളെല്ലാം കീഴടക്കി. ചക്രവർത്തിയായി. ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക്, വെല്ലുവിളികളില്ലാത്ത അവസ്ഥയിലേക്ക്, ജീവിതം സുഖിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ പിശാചിന്റെ പിടിയിൽ വീഴുന്നു. അവൻ ഇല്ലായ്മകളുടെ വല്ലായ്മകളുടെ നടുവിൽ ഓടി നടന്നപ്പോൾ അവന്റെ ശക്തി, സിംഹത്തെയും കരടിയെയും കൊല്ലുവാനുള്ള ശക്തി കൊടുത്ത ദൈവം തമ്പുരാൻ. പക്ഷേ അവന്റെ വികാരങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിവില്ലാത്തവണ്ണം ബലഹീനനായി പോയി. ബാക്കി കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. കൊട്ടാരത്തിലിരുന്നു ഉലാത്തുന്നു, കാണുന്നു ബത്ശേബായെ കൂടെ വരുത്തി. അവൾ ഗർഭിണിയായി. പിന്നെ മനസ്സം ക്രൂരമാവുകയാണ്. അവളെ സ്വന്തമാക്കണം. എന്താ ചെയ്തെന്നറിയാമോ? ഇന്നത്തെ നമ്മൾ റിപ്പോർട്ടുകളിലൊക്കെ വായിക്കുന്ന പോലെ ഭർത്താവിനെ കൊന്നുകളയാം. പാവം ഊരിയാവിനെ വരുത്തിച്ചു. ഹിത്തിനായ ഊരിയാവിനെ വരുത്തിച്ചു. അവനോട് ചോദിക്കുക ചക്രവർത്തി, നീ നിന്റെ ഭാര്യയുടെ വീട്ടിൽ പോകുന്നില്ലേ? ആ പാവം പറയുന്നു, നമ്മുടെ രാജ്യം സൈന്യം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ ഭവനത്തിൽ പോകാനോ? ഞാൻ പോകുന്നില്ല, ഞാൻ ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൊള്ളാം. ആ പാവം കൊട്ടാരത്തിൽ കഴിഞ്ഞു. പിറ്റേ ദിവസം അവന്റെ കയ്യിൽ എഴുത്തു കൊടുത്തു വിടുകയാണ്. യോവാബിന്റെ എഴുത്തു കൊടുത്തു വിടുന്നു. എത്ര വിശ്വസ്തനായ പടയാളി! എഴുത്ത് പൊട്ടിച്ച് നോക്കിയില്ല. ഇപ്പോഴത്തെ പിള്ളേർ വല്ലതും ആയിരിക്കണമായിരുന്നു. ആ പൊട്ടിച്ച് നോക്കിയേച്ച്, ആ കൊള്ളാം, ഇതേ നിന്റെ അപ്പനെ കൊണ്ട് ഏൽപ്പിക്കരുത് എന്നും പറഞ്ഞിട്ട് പിള്ളേരെ വലിച്ചു കീറി കളഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോയേനെ. ഈ പാവം അത് പൊട്ടിച്ചു പോലും നോക്കാതെ യോവാബിന്റെ കൈ കൊണ്ട് കൊടുക്കുന്നു. എഴുതിയിരിക്കുന്നത് എന്താണ്? ഹിത്തിനായ ഊരിയാവിനെ പട ശക്തമാവുന്നിടത്ത് നിർത്തണം, അവൻ പടയിൽ പട്ടുകൊള്ളട്ടെ. ഓ, എന്തൊരു ക്രൂരമായ ഹൃദയമാണെന്ന് ഓർക്കുക. ഇന്നൊക്കെ നടക്കുന്നതിന്റെ അതേ അനുഭവം ഒരു ഭക്തന് സംഭവിച്ചതാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. വേദപുസ്തകത്തിൽ മനുഷ്യരെ പ്രകീർത്തിക്കുക മാത്രമല്ല, മനുഷ്യന്റെ വീഴ്ചകളുടെ കഥകൾ കൂടെ വേദപുസ്തകം വളരെ ശക്തമായി സത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ദാവീദിന്റെ ഭക്തിയുടെ വശം അവതരിപ്പിച്ചതോടൊപ്പം അവന്റെ വീഴ്ചയുടെ വശം കൂടെ വരച്ചു കാട്ടാൻ മടിച്ചില്ല. ചക്രവർത്തി ചെയ്തെന്താണ്? അവനെ പടയുടെ മുമ്പിൽ നിർത്താൻ പറഞ്ഞു. യോവാബ് അതുപോലെ ചെയ്തു. യുദ്ധം മുറുകി. യോവാബ് വാളാൽ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് ആ വർത്തമാനം വന്ന് ദാവീദിനോട് പറയുന്ന രംഗമുണ്ട്. ദാവീദിന് യാതൊരു പശ്ചാത്താപവും ഉണ്ടായില്ല. ദാവീദ് വളരെ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ട് പറയാണ്, യുദ്ധമല്ലേ, വാൾ അവിടെ എവിടെയൊക്കെ നാശം ചെയ്യും, വ്യസനിക്കരുത്. സന്തോഷിച്ചു. കാര്യം ബത്ശേബായി നീ സ്വന്തമാണ്. ബത്ശേബായെ കൊണ്ടുവന്നു, കൂടെ പാർപ്പിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ അതെത്തി. പ്രവാചകൻ കൊട്ടാരത്തിൽ വന്നു. പ്രവാചകൻ കൊട്ടാരത്തിൽ വന്നു പറയുകയാണ്, ദാവീദേ, നിന്റെ രാജ്യത്ത് വലിയൊരു അകൃത്യമുണ്ടായി. എന്താ അകൃത്യം? ഞാനൊരു അകൃത്യവും സമ്മതിക്കുകയില്ല. വളരെ ശാന്തനായി ചക്രവർത്തി പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, നിന്റെ രാജ്യത്ത് ഒരു ധനികനും ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനികന്റെ വീട്ടിൽ ഒരു വഴിപോക്കൻ വിരുന്നുകാരനായിട്ട് വന്നു. അവൻ ആടുമാടുകൾ പലതും ഉണ്ടായിരുന്നു, ഒന്നിനെ അവൻ എടുത്തില്ല. അവൻ പോയി ദരിദ്രന്റെ ഭവനത്തിൽ പോയി അവന്റെ ഉപജീവന മാർഗമായിരുന്ന പെൺകുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് വന്ന അതിനെ കൊന്നു പാകം ചെയ്ത് അതിന്റെ മാംസം പാകം ചെയ്ത് ഈ ധനികൻ തന്റെ വിരുന്നുകാർക്ക് നൽകി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് അങ്ങ് എഴുന്നേക്കുകയാണ്. അവന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പറയുകയാണ്, യഹോവയാണ് സത്യം, ആ മനുഷ്യൻ മരണയോഗ്യൻ, ഞാൻ അവനെ കൊല്ലും. അപ്പോഴാണ് അപ്പുറത്ത് വന്ന് പ്രവാചകൻ അങ്ങോട്ട് എഴുന്നേറ്റ് പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെയാണ്. അതാണ് ശമൂവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലുള്ളത്. ദാവീദ് ഞെട്ടിപ്പോയി. നീ എന്താ വിചാരിച്ചത്? നീ ഹിത്തിനായ ഊരിയാവിന്റെ ഭാര്യയെ നിന്റെ സ്വന്തമാക്കി, അവളെ സ്വന്തമാക്കാൻ അവളുടെ ഭർത്താവിനെ കൊല്ലിച്ചത് ദൈവസന്നിധിയിൽ അറിഞ്ഞില്ലെന്നാണോ വിചാരം? 2 ശിക്ഷ കൊടുത്തു. നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ വിട്ടുമാറുകയില്ല. നിനക്ക് ബത്ശേബായിലുണ്ടായ കുഞ്ഞ് മരിച്ചു പോകും. ഓ, രാജാവ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ,
നിന്റെ കരുണയുടെ ബഹുത്വം പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. അനുതാപത്തിന്റെ കീർത്തനം പാടി നമുക്കൊക്കെ ആരാധനയ്ക്ക് പാടാനുള്ള ഒരു കീർത്തനം നമുക്ക് ലഭിച്ചു. പക്ഷേ ദൈവശിക്ഷയിൽ നിന്ന് അകന്നു പോകാൻ സാധിച്ചില്ല. ബത്ശേബയിൽ പിറന്ന കുഞ്ഞ് മരിച്ചു. ദാവീദിന് പിന്നീട് വാൾ വിട്ടുമാറിയില്ല. അവന്റെ സിംഹാസനത്തെ ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടു പറയുന്നു, നിന്റെ കൈകൾ പങ്കിലമാണ്, രക്തപങ്കിലമാണ്. ആ കൈകൾ കൊണ്ട് നിനക്ക് ദേവാലയം പണിയാൻ ഒക്കെയില്ല. പോട്ടെ, ഇതെല്ലാം അറിയാവുന്ന കാര്യം ഞാൻ ഇത്രയും വിശദമാക്കി പറഞ്ഞത്, ദാവീദ് വീണതുപോലെ പലരും വീണുകൊണ്ടിരിക്കുന്നു. വേശ്യാദോഷത്തിലും കൊലപാതകത്തിലും ഒന്നും പോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജീവിതം നമുക്ക് കുറച്ചുകൂടെ സുഖ സൗകര്യങ്ങൾ തന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ആസക്തിയുള്ളവനായി, മോഹങ്ങൾ കടിമയായി, വികാരങ്ങൾ കടിമയായി, ജീവിതത്തെ നിയന്ത്രിക്കാനാവാതെ വണ്ണം വിഷമിക്കുന്ന സന്ധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം പലർക്കും ദുഃഖിക്കാൻ ഒന്നുമില്ല. ആവോളം സ്വത്തുക്കളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ദുഃഖിക്കാൻ ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഖം അറിയുകയില്ല. ദുഃഖിക്കാൻ ഒന്നുമില്ലാത്ത അനേകം പേരുണ്ട്. പിന്നെ അവർ സുഖിക്കണം. അതിനെന്താ വേണ്ടത്? അതിക്രമങ്ങളുടെ പുറകെ പോകുക, മദ്യപിക്കണം, മയക്കുമരുന്ന് കഴിക്കണം, വേശ്യാദോഷീയതകൾക്ക് പോകണം, അന്യായമായി പണമുണ്ടാക്കണം, പല തിന്മകളുടെയും പുറകെ പോകുന്നു. ദുഃഖങ്ങളില്ലാത്ത ജീവിതം, സുഖങ്ങൾക്ക് അടിമയാകുന്ന ജീവിതം, മോഹങ്ങൾക്ക് അടിമയാകുന്ന ജീവിതം. ഉല്ലസിക്കണം. ഇന്നത്തെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഉല്ലസിക്കണം. TJS ജോർജ് ക്രിക്കറ്റിനെ കുറിച്ച് എഴുതിയത് എനിക്ക് വളരെ ഇഷ്ടം തോന്നി. എൻ്റെ മനസ്സിലുള്ള ആശയമായിരുന്നു. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞതിന് മുമ്പിൽ ഒരു നിമിഷം പോലും ഞാൻ ചെലവഴിക്കാറില്ല. നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അത്രയും ഭാഗ്യം. കുട്ടിയും കോലും കളിച്ചാൽ എന്തൊരു നല്ല കളിയായിരുന്നു. ആ കുട്ടിയും കോലും കളഞ്ഞു വെച്ച് ഇതിന് പുറകിന് പോവുക ഭയങ്കര വലിയ ആൾക്കാർ, വലിയ 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 കാര്യമായിട്ടാണ്. പണ്ട് വായിച്ചിട്ടുണ്ട്, ഒരു കത്തോലിക്ക അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ശുശ്രൂഷക്കാരനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് ചെവിയിൽ ഏതുകൊണ്ട് പറയുന്നു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, സ്കോറ് പറഞ്ഞു കൊടുക്കുക. അച്ഛൻ ക്രിക്കറ്റ് പ്രാർത്ഥന. അപ്പോൾ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 20-20 നടന്നുകൊണ്ടിരിക്കുക. വിവരം അറിയുണ്ടായോ? അതുകൊണ്ട് ശുശ്രൂഷക്കാരനെ ചട്ടം കെട്ടി. ശുശ്രൂഷക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നിച്ച് പറയും ഔട്ടായി. അപ്പൊ ഇതിനിടയ്ക്ക് പുള്ളി പാറയൊക്കെ ആദേശിച്ച് ചൊല്ലും. ഇത് പ്രാന്തായത്. ഈ പ്രാന്തമുള്ള മനുഷ്യരുണ്ട് ഈ ലോകത്തില്. പക്ഷെ ഈ പ്രാന്തിന് മാന്യതയുണ്ട്. ക്രിക്കറ്റ് പ്രാന്തിന് മാന്യതയുള്ള ലോകമായത്. ഇതൊക്കെ കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമാവരുകയെ. പക്ഷേ മാധ്യമക്കാരും എല്ലാം കൂടെ ഇതിനെയൊക്കെ ഫാഷനാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. എന്തെല്ലാം മോഹങ്ങൾക്കാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്. ഇന്നതുകൊണ്ട് ഒരു എന്റർടൈൻമെന്റിലാണ് നമ്മുടെയൊക്കെ ഈ സന്തോഷം ഇരിക്കുന്നത്. നമ്മുടെ ഭക്തി പോലും എങ്ങനെയാണെന്നറിയാമോ? ഒരു എന്റർടൈൻമെന്റ് റിലീജിയനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നോ എന്ന് ആലോചിക്കുക കേട്ടോ. എൻ്റെ ഈയിടെ എനിക്ക് കിട്ടിയ ഒരു വാക്കാണ്, റിലീജിയൻ ഹാസ് ബിക്കം എന്റർടൈൻമെന്റൽ. അല്ലേ? നമ്മുടെ ഭക്തിയിലും അത് കുറച്ച് കടന്നിട്ടില്ലേ? ഇപ്പോൾ ഓരോ പള്ളിയിൽ എത്ര പെരുന്നാളാണ് ഉള്ളത്? പണ്ട് ഒരു പള്ളിയിൽ ആ പള്ളി സ്ഥാപിച്ച വിശുദ്ധന്റെ നാമത്തിൽ ഒരു പെരുന്നാളേ ഉള്ളായിരുന്നു. ഇന്ന് പള്ളികളിൽ 5, 6, 7 പെരുന്നാളുകൾ ആചരിക്കുന്ന പള്ളികളുണ്ട്. എന്താ? പണം ചെലവഴിക്കാനുണ്ട്, ദൂർത്തടിക്കാൻ പണമുണ്ട്. അതുകൊണ്ട് പെരുന്നാളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് നല്ലതാ, ഒരു റാസയ്ക്ക് പോകുമ്പോഴേ ഒരു ചെണ്ടയും ഒരു ബാൻഡും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കൾച്ചറലായ ഒരു കൂട്ടായ്മ, മറ്റുള്ള മനുഷ്യരും ഒക്കെ കൂടുന്ന ഒരു ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇന്നത്തെ റാസയിൽ എത്ര ബാൻഡ് സെറ്റാ? 5 ബാൻഡ് സെറ്റ്, 7 ബാൻഡ് സെറ്റ്. ചിങ്കാരിമേളം പുരുഷന്റേത്, സ്ത്രീകളുടേത്. ദൂർത്തല്ലേത്, അഹന്തയല്ലേത്, ദുർവ്യയമല്ലേത്, തിന്മയല്ലേത്? ആർക്കൊണ്ട് ദണ്ണം? ഇതാണോ ആത്മീയത? ഞാൻ പറയും എന്റർടൈൻമെന്റിൽ ഭക്തിയായെന്നുള്ളത്. അതിന് ആൾക്കാർക്ക് ഇഷ്ടമാ കേട്ടോ, മനുഷ്യർക്ക് വലിയ ഇഷ്ടമാ. പറയുന്നവ കേട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ വെള്ള സാരി ഉടുത്തുകൊണ്ട് പോകണോ, അവർക്ക് ഭയങ്കര സന്തോഷമാണ് വെള്ള സാരിയൊക്കെ ഉടുത്ത്. പിന്നെ പുരുഷന്മാർ ചിലരുണ്ട്, അവർ റാസ് നയിക്കാനായിട്ട്, അവർ റാസ് നയിക്കുമ്പോൾ വളരെ വേഗത്തിൽ നടക്കണ്ടായോ, അതുകൊണ്ട് അവരൊരു ജൂബ വാങ്ങിച്ചിടും, മുണ്ട് വേണ്ടാത്തൊരു ജൂബ. ഇന്ന് കാണാം റാസ് നയിക്കുന്നവർക്കുള്ള കാര്യം, വേഗത്തിൽ നടന്നു പോകുമ്പോൾ മുണ്ട് ഉരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മുണ്ട് വേണ്ടാത്തൊരു ജൂബയുണ്ട്, താഴെ വരെ കിടക്കും.
അപ്പൊ അങ്ങനെ കുറച്ച് നേതാക്കന്മാരങ്ങനെ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ദീപശയം കൊണ്ട് അങ്ങോട്ട് ഓടും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കുടിമരം കൊണ്ട് ഓടും. അതിനു മുമ്പിൽ ഇവിടെ എത്ര ചെറുപ്പക്കാർ ഈ പ്രസംഗം കേൾക്കാനുണ്ട്? നേരെ മറിച്ച് ദീപശയം കൊണ്ട് പോകാനാണെങ്കിലോ മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകാൻ എത്ര ചെറുപ്പക്കാരെ കിട്ടും? എന്റർടൈൻമെന്റ് റിലീജിയനാണ് ഇവിടെ വളരുന്നത്, ഭക്തിയല്ല. ഭക്തിയാണെങ്കിൽ എന്താ കാണുന്നതെന്നറിയാമോ? ജനന പെരുന്നാളിൽ ആരാധിക്കാൻ ആൾ കാണും, പെന്തക്കോസ്തി പെരുന്നാളിൽ പങ്കെടുക്കാൻ ആൾ കാണും, ദനഹ പെരുന്നാളിൽ പള്ളിയിൽ ആൾ കാണും, മായൽത്തോ പെരുന്നാളിൽ ആൾ കാണും, മാറാനായ പെരുന്നാളുകളിൽ ആൾ കാണും. അതിന് വല്ല ആളുണ്ടോ? പെരുന്നാളിന് കുറെ ആൾ കൂടുന്നുണ്ട്. ഇത് ഭക്തിയുടെ അടയാളമാണെന്നാ വിചാരിച്ചു പോകണ്ട. ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടം മറ്റു പലയിടത്തും കൂടുന്നുണ്ട്. ഇതല്ല ഭക്തിയുടെ അടയാളം, ഇത് എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റിന് സന്തോഷമാണ് പലരുടെയും വിചാരം ആത്മീയമെന്ന്. ഞാൻ പറയും, ഇപ്പൊ കുറെ തീർത്ഥാടനങ്ങളുണ്ട്. ഒരേ മനുഷ്യര് അങ്ങ് പോവുക, തെക്ക് വടക്ക് നോക്കിക്കൊണ്ട്. എന്തോനാണെന്നാ ഇങ്ങനെ പോകുന്നത് എനിക്കറിയാൻ വയ്യ. ഞാൻ പറയുന്നതിന് ആവശ്യമില്ല. യാക്കോബ് ശ്ലീഹ പറഞ്ഞില്ല, ലോകത്താലുള്ള കളങ്കം പറ്റാ ജീവിക്ക്, അതാണ് പ്രധാനം. പിന്നെ പാപഭാരം കൊണ്ട് ആരെങ്കിലും ഈ ഈ ഈ നടപ്പാതയൊക്കെ എങ്ങനെയാ ഉണ്ടായത്? ഹൃദയത്തിന് ഭാരമുണ്ടായി, തിന്മ ചെയ്തതിനെ കുറിച്ച് ഹൃദയത്തിന് ഭാരമുണ്ടായി. ഭക്തൻ സ്വയം ശിക്ഷയേറ്റുവാങ്ങിയായിരുന്നു. നടന്ന് ഞാൻ ഇന്ന സ്ഥലം വരെ പോയിക്കൊള്ളാം, ഇന്ന പരിശുദ്ധന്റെ കബറിങ്കിൽ ഞാൻ പോകും. എന്തിനു വേണ്ടി? ഹൃദയത്തിൽ ഭാരമുണ്ടായിട്ടാണ്. എന്തിന്? തിന്മയെക്കുറിച്ച് ഭാരമുണ്ടായി, പാപത്തെക്കുറിച്ച് ഭാരമുണ്ടായി. അങ്ങനെ വല്ലതാണോ ഇന്ന് മനുഷ്യർ നടക്കുന്നത്? ഇന്ന് ഈയിടെ ഒരു തീർത്ഥാടനം പോകുന്നത് കണ്ടു. തെക്കും വടക്കും നടന്നു നോക്കിക്കൊണ്ട് പിന്നെ ഇങ്ങനെ അവിടെ കിട്ടുന്നിടത്തുനിന്നെല്ലാം കാശും വാങ്ങിച്ചു കുടിച്ച്, എന്നിട്ട് അതെല്ലാം റോഡിലിട്ട്, പിന്നെ സഞ്ചിയും കൂടെ കൊണ്ടുപോയി ഓറഞ്ചും എല്ലാം വാങ്ങിച്ച് അതിനകത്തിലിട്ട്, ആപ്പിളും എല്ലാം വാങ്ങിച്ച് അതിനകത്തിലിട്ട്, ഒരു കൈക്കകത്തുനിന്ന് അപ്പവും കടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് എന്തോ ഒരു അലന്ന നടപ്പായത്. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത് എനിക്കറിയാൻ വയ്യ. നിങ്ങളാരും യോജിക്കുകയില്ലായിരിക്കാം. ഇതൊന്നും ആവശ്യം, ഇതിന്റെ കാലവും കഴിഞ്ഞു. ഭക്തിയുടെ പുതിയ രൂപങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഹൈടെക് ഭക്തിയല്ലേ എല്ലാവർക്കും. ഇപ്പോഴത്തെ ഭക്തി ഹൈടെക് ആണ്. സൗകര്യമുള്ളൊരു വലിയ എയർ കണ്ടീഷൻഡ് വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് ഇവിടുന്ന് കുടുംബാംഗങ്ങളൊക്കെ കൂടെ ചേർന്ന് ഒരു യാത്രയാണ്. ആദ്യം പരിമലയ്ക്ക് അങ്ങോട്ട് വിടുക, പിന്നെ മണർകാട്, പിന്നെ പുതുപ്പള്ളി കയറി, പിന്നെ അൽഫോൻസാമയുടെ കബറടത്തിൽ കയറി, പിന്നെ അവിടുന്ന് മലയാറ്റൂർ കയറി, പിന്നെ അങ്ങ് വേളാങ്കണ്ണി വരെ പോയി തിരിച്ചു വന്നു. ഒരു വർഷത്തേക്ക് ഭക്തരായി. സന്ധ്യാപ്രാർത്ഥന വേണ്ട, പ്രഭാത പ്രാർത്ഥന വേണ്ട, നോമ്പ് വേണ്ട, ഉപവാസം വേണ്ട, ആരാധന വേണ്ട, ഒന്നും വേണ്ട, ഭക്തന്മാരായി. ഹൈടെക് ഭക്തി, ഇച്ചിരൂടെ ഹൈടെക് ഭക്തി ഇപ്പൊ വന്നിട്ടുണ്ട്. ജെറുസലേം യാത്ര, അതാണ് ഭയങ്കര ഭക്തിയിലാണ് ഇപ്പൊ ചെന്നിരിക്കുന്നത്. ജെറുസലേം യാത്രയിലാണ്. യെരുശലേമിൽ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഭക്തിയുടെ പൂർണ്ണതയായി പോയിക്കൊള്ളുക കേട്ടോ. പക്ഷെ വേദപുസ്തകത്തിൽ സനാനായ യേശു പഠിപ്പിച്ചില്ല. യെരുശലേമിൽ വരുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. ഗിരിപ്രഭാഷണത്തിൽ ഒരിടത്തും ഞാൻ വായിച്ചിട്ടില്ല, ഒരിടത്തും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഈ ചെറിയവിൽ ഒരുത്തിന് ചെയ്യാഞ്ഞത് എനിക്കാവുന്ന ചെയ്തത്, ഈ ചെറിയവിൽ ഒരുത്തിന് ചെയ്തത് എനിക്കാണ് ചെയ്തത്. അതുകൊണ്ട് ജെറുസലേമിൽ കാശുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോ. ഞാനിത് പറയുന്നത് ഇതുവരെ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ടുകൂടാ കേട്ടോ. ബാക്കി ഒട്ടേറെ ദൈവം കൃപ ചെയ്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും മലേഷ്യയും സിംഗപ്പൂരും ഗൾഫും യൂറോപ്പും ഇംഗ്ലണ്ടും അനേക രാജ്യങ്ങളിൽ പോകാൻ ദൈവം കൃപ വന്നിട്ടുണ്ട്. ജെറുസലേമിൽ മാത്രം പോയില്ല. കാര്യം എന്നറിയാമോ? ടിക്കറ്റ് അവിടുന്ന് ആരും തന്നില്ല, ആരും അവിടുന്ന് വിളിച്ചുമില്ല, ടിക്കറ്റും തന്നില്ല, പോയുമില്ല. ബാക്കിയുള്ളിടത്ത് വിളിച്ചിടന്നൊക്കെ അവർ ടിക്കറ്റൊക്കെ അയച്ചു വന്നതുകൊണ്ട് പോയി. ഇനി ജെറുസലേമിൽ ആരെങ്കിലും തരുവാണെങ്കിൽ പോവാം. അതുകൊണ്ട് പൊയ്ക്കൊള്ളുക. പക്ഷെ ഈ ഹൈടെക്കിലൊന്നും ഒതുങ്ങി ഭക്തിയെ ഒതുക്കരുത്. ജെറുസലേമിൽ പോയിച്ചു വന്ന ഒരു ആൻറ്റിന്ന് എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല, 40-45 വയസ്സേ ഉള്ളൂ. പിന്നെ പേര് അറിയാൻ വയ്യാത്തതുകൊണ്ടങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ആൻറ്റി പറയുമോ, അയ്യോ ഞങ്ങൾ ജെറുസലേമിൽ പോയി എന്തൊരു അനുഭവമാണെന്നറിയാവോ അച്ഛാ. നമ്മൾ കർത്താവിൻ്റെ ആ വഴികൾ കൂടെ ഒക്കെ നടന്നു പോകുമ്പോഴേ നമുക്കങ്ങ് ഭയങ്കര ഹൃദയത്തിൽ സന്തോഷമാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് ഗലീലാക്കടലിൽ ഇറങ്ങി അക്കരയ്ക്ക് യാത്ര ചെയ്തും ഇങ്ങേക്ക് പോയിടും എന്നൊക്കെ പാടുമ്പോഴേ, അക്കരയ്ക്ക് പോയിടാം ഇക്കരയ്ക്ക് വന്നിടാം എന്നൊക്കെ പറഞ്ഞ് ആ പാട്ടുമൊക്കെ പാടുമ്പോൾ എൻ്റെ അച്ഛാ ഭയങ്കരമായൊരു ഉല്ലാസം സന്തോഷമാണ്. ഞാൻ വിചാരിച്ചാൽ അത്രയും സന്തോഷം കിട്ടിയല്ലോ. അതിൻ്റെ കൂടെ പറയുക. പക്ഷേ എന്നാലും അച്ഛാ ഞങ്ങൾ ജെറുസലേമിൽ പോകുമ്പോൾ ഞാനും ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയും ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടേ ഇല്ല. ജെറുസലേം വരെ പോയതാ. പിന്നെ അവർ പറയാ
ഞാൻ പിന്നെ ജെറുസലേമിൽ പോയതല്ലയോ, അതുകൊണ്ട് മനസാക്ഷി കുത്തൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചേട്ടത്തിയോട് അങ്ങ് മിണ്ടാതെന്ന് വിചാരിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു വരുന്നതിന് തലേദിവസം ഹോട്ടലിൽ കാപ്പ് കുടിക്കാൻ നേരം ഞാൻ എൻ്റെ കസേര എടുത്തുകൊണ്ട് ചേട്ടത്തിയുടെ അടുത്തുള്ള കസേര ഞാൻ ചെന്നിരുന്നു. ഞാൻ അവിടെ ചെന്നിരിക്കുകയും ചേട്ടത്തി കസേര എടുത്തുകൊണ്ട് വേറെത്തോട്ട് അങ്ങ് പോയി. ഇതാണ് യെരുശലേം ഹൈടെക് ആത്മീയത. ഇതിനകത്തിലൊന്നും വീണിട്ട് കാര്യമില്ല പ്രിയരെ. നമ്മുടെ പിതാക്കന്മാരുടെ ചില കാര്യങ്ങളുണ്ട്. സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, നിത്യവുമുള്ള ആരാധന, മാറാനായ പെരുന്നാളുകളെ സംബന്ധം, വേദനിക്കുന്നവരുടെയും ദുഃഖിക്കുന്നവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുക, സിമ്പിളായ കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാൻ ഇന്ന് ആരുമില്ല. വലിയ ഹൈടെക് കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം ഈ നോമ്പിന്റെ സമയങ്ങളിൽ തിന്മ ചെയ്യാതിരിക്കുന്ന മാത്രമല്ല, തിന്മ ചിന്തിക്കാതിരിക്കത്തക്കവണ്ണമുള്ള വിശുദ്ധി, അതാണ് ഉണ്ടാവേണ്ടത്. പാപം ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല, പാപം ചെയ്യാനുള്ള വാഞ്ച പോലും ഉണ്ടാകാതെ, അത്ര എളുപ്പം സാധിക്കുന്നതല്ല. ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് സഭയുടെ ദൈവീകരണത്തിന്റെ ആശയം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം ജീവിക്കുന്നത്. അതോടൊപ്പം പറഞ്ഞിരിക്കുന്നതാണ്, സമയം ചുരുക്കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം, എങ്കിലും രണ്ടാമത്തെ ഭാഗം ഒരു അല്പം പറയണമല്ലോ. എന്താ അവിടെ കാണുന്നത്? ബന്ധങ്ങളുടെ ഒരു ആത്മീയതയാണ് ഉണ്ടാവേണ്ടത്. യേശുവിനെ പഠിപ്പിച്ച ആത്മീയതയുടെ അടിസ്ഥാനം അതാണ്. ബന്ധങ്ങളുടെ ആത്മീയതയാണ്. എന്താ ബന്ധങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത്? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കുന്നതും. ഈ ആത്മീയത ഉണ്ടാകണം. ഇത് വലിയ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ദൈവം അപ്രാപ്യനായി അങ്ങ് ഉന്നതങ്ങളിൽ ഇരിക്കുകയല്ലായിരുന്നു, നമ്മളുടെ ഇടയിലേക്ക് വന്ന് നമ്മളെ സ്നേഹിച്ചു, ആളത്തപരമായി സ്നേഹിച്ചു. ബന്ധങ്ങളാണ് യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ കൂടെ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യത്തിൽ പറഞ്ഞിരുന്നുണ്ടല്ലോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും നശിച്ചുപോയാൽ നിത്യജീവൻ ലഭിപ്പാൻ തക്കവണ്ണം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്നാ പറയുന്നേ. ഹി ലവ്ഡ് ദ വേൾഡ്. യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു എന്നാ പറഞ്ഞത്. പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. സഭയെ മാത്രം സ്നേഹിച്ചെന്നല്ല, നമ്മളെ മാത്രം സ്നേഹിച്ചെന്നല്ല. ഹി ലവ്ഡ് ദ വേൾഡ്. ദൈവം സ്നേഹിച്ച് ലോകത്തെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരാത്മീയത ഉണ്ടാകണം. ഇന്ന് ആത്മീയത ഉണ്ടോ? ഇന്ന് ആർക്കും സഹോദരങ്ങളോട് പോലുമുള്ള ബന്ധമില്ല. ബന്ധങ്ങളില്ലാത്ത ആത്മീയത. ഹവാർഡ് ക്ലൈംബൽ എന്ന് പറഞ്ഞ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ, കൗൺസിലിങ്ങിൻ്റെ ഒരു വലിയ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റുകളൊക്കെ ആദ്യം ഞങ്ങൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാചകമുണ്ട്, ഐ ഹാവ് തൗസൻഡ്സ് ഓഫ് കോണ്ടാക്ട്സ് ബട്ട് ഐ ആം ഡിപ്രൈവ്ഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഐ ആം പുവർ ഓഫ് റിലേഷൻഷിപ്പ്. അതാണ് പറഞ്ഞത്. ഐ ഹാവ് തൗസൻഡ്സ് ഓഫ് കോണ്ടാക്ട്സ്. എനിക്ക് ആയിരക്കണക്കിന് കോണ്ടാക്റ്റുകളുണ്ട്, പക്ഷേ ഐ ആം സഫറിങ് ഫ്രം ദ പോവർട്ടി ഓഫ് റിലേഷൻഷിപ്പ്. ഞാൻ ബന്ധങ്ങളുടെ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന്. ഇത് അനുഭവിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാനിത് വായിക്കുമ്പോൾ ഓർക്കും, എൻ്റെ ടെലിഫോണിൽ കുറഞ്ഞതൊരു 500 കോണ്ടാക്ട് നമ്പറുകളും കാണുമായിരിക്കും. 500 കോണ്ടാക്ട് നമ്പറുകളും കാണും. അത് കുറയത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ ഓർക്കുന്നു, എൻ്റെ വേദനയിൽ, എൻ്റെ ദുഃഖത്തിൽ എനിക്ക് വിളിക്കാൻ അതിൽ എത്ര നമ്പറുണ്ട്? കൂടി വന്നാൽ എൻ്റെ കൂടെ പഠിച്ച 1-2 അച്ഛന്മാരുണ്ട്. 100-500 നമ്പർ. പിന്നെ ഡയറികൾക്കൊക്കെ എന്തുമാത്രം നമ്പറാണ്. തൗസൻഡ്സ് ഓഫ് കോണ്ടാക്ട്സ് വി ഹാവ് ബട്ട് വി ഡോണ്ട് ഹാവ് എ റിലേഷൻഷിപ്പ്. ആരുണ്ട് നിങ്ങളുടെ ഇരിക്കുന്നവർക്ക് ആലോചിക്കുക. എത്ര പേരുണ്ട്? ആയിരക്കണക്കിന് കോണ്ടാക്ട്സ് ഉണ്ട് ഇന്ന് കോണ്ടാക്റ്റുകളാണല്ലോ. അല്ലെ, ഇപ്പോഴത്തെ നമ്മുടെ ഹൈടെക്കൊക്കെ വന്നോ, ഇന്റർനെറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കോണ്ടാക്ട് ഉണ്ടായി. എന്താ കോണ്ടാക്ട് എന്നറിയാമോ? ഈയിടെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ അപ്പനും അമ്മയും കൂടെ മുകളിലത്തെ മുറി വിളിച്ചുകൊണ്ട് പോയി മോൻ്റെ മുറി കാണിച്ചു. നല്ല വലിയൊരു വീടെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പനും അമ്മയും ഗൾഫിലും ഒക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭവനമാണ്, പക്ഷെ നല്ല വലിയ വീടാണ്. ആ വീട്ടിൽ മോനില്ലാഞ്ഞപ്പോഴേ ഞാനവിടെ ചെന്നപ്പോൾ മോളിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ നല്ല വീടൊക്കെ ഉണ്ടാക്കി. 2 പിള്ളേരേ ഉള്ളൂ. പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടു. ചെറുക്കൻ പഠിച്ചുകൊണ്ടിരിക്കുക. അവന് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അവൻ്റെ മുറിക്കകത്ത് ടെലിഫോണ്, അവൻ്റെ മുറിക്കകത്ത് പുതിയ ആധുനിക TV, അവൻ്റെ മുറിക്കകത്ത് പ്രത്യേകം ഇന്റർനെറ്റ്, എല്ലാ സൗകര്യങ്ങളും.
അവൻ്റെ മുറിക്കകത്ത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കൊച്ചൻ അവൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൽ അവനൊരു മുറി കൊടുത്തിട്ട് ആ മുറിയിലെ പുറത്തുള്ള ബോർഡ് കാണിക്കാനാണ് എന്നെയും വിളിച്ചുകൊണ്ട് പോയത്. എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ. അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, മോനൊരു മുറി താമസിക്കാൻ കൊടുത്തതാ. അവൻ ആ മുറിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, അപ്പനും അമ്മയും പോലെ എൻ്റെ മുറി കയറണമെങ്കിൽ അനുവാദത്തോടെ കയറിയാൽ മതിയെന്ന്. അവന് കോണ്ടാക്ട് ഉണ്ട്. എവിടാന്നറിയാമോ? ബ്രസീലിലുള്ള പെങ്കൊച്ചുമായിട്ടാ. അങ്ങ് ബ്രസീലില്. എവിടാ? ആയിരക്കണക്കിന് മൈലപ്പുറത്ത് തെക്കേ അമേരിക്കയിലെ ബ്രസീലിയൻ പെങ്കൊച്ചുമായിട്ടാണ് അവൻ്റെ കോണ്ടാക്ട്. പക്ഷേ ജന്മം നൽകിയ അപ്പനും അമ്മയും, കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പനും അമ്മയുമായിട്ട് ബന്ധമില്ല. മനുഷ്യബന്ധങ്ങളില്ലാത്ത ഏതോ ഒന്ന് വളർത്തിക്കൊണ്ടുവരിക നിങ്ങളും ഞാനും. അതുകൊണ്ട് നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് തിരിയാം. കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടല്ലോ. ചുങ്കക്കാരൻ്റെയും പാപികളുടെയും സ്നേഹിതനായി ജീവിച്ച യേശു തമ്പുരാൻ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ്, പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയ കർത്താവ്, വേദനകളിൽ അവരുടെ കൂടെ ഇരുന്ന് സുഹൃത്തായി ജീവിച്ച കർത്താവ്, അവനെക്കുറിച്ച് പേര് ദോഷമുണ്ടായി അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന്. അവരുടെ സ്നേഹിതനായി ജീവിക്കാൻ സാധിക്കുന്ന ഒരാത്മീയത, അതാ ഈ നോമ്പിൻ്റെ ആത്മീയത. അതാണ് ഇന്ന് വായിച്ച നമസ്കാരത്തിന് വായിച്ചല്ലോ. കൃഷിക്കാരൻ നിലങ്ങളുടെ പുറകെ പോവുകയാണ്. നിലങ്ങൾ കൃഷിക്കാരന്റെ പുറകെ പോകുന്നില്ല. കൃഷിക്കാരൻ നിലങ്ങളുടെ പുറകെ പോയി വിത്ത് വിതയ്ക്കുന്നു. നിങ്ങൾ ദരിദ്രന്മാരുടെ പുറകെ പോകണം. ഈ പുറകെ പോകുന്ന ഒരു ആത്മീയത നിങ്ങൾക്കും എനിക്കും ഉണ്ടോ? വെറുതെ നടക്കേണ്ട കാര്യമൊന്നുമല്ല പ്രിയരെ. നമ്മളൊന്ന് തിരിച്ചു വരണം നമ്മുടെ അയൽവാസിയിലേക്ക്, നമ്മുടെ ഇടവകയിൽ നമ്മളോടൊപ്പം ആരാധിക്കുന്ന സുഹൃത്തുക്കളോട്, അവരുടെ അടുക്കലേക്കൊന്ന് തിരിച്ചു വരാം. ഈ നോമ്പിന്റെ സമയങ്ങൾ ഹൃദയത്തിൽ തീരുമാനിക്കണം, ഞാൻ ഈ നോമ്പിൽ എന്നെ പ്രത്യുപകാരം ചെയ്ത് സന്ദർശിക്കാനാവാത്തവരുടെ അടുക്കൽ ഞാനൊന്ന് പോവുകയെങ്കിലും ചെയ്യും. 10 പൈസ കൊടുത്തില്ലെങ്കിലും വേണ്ട. ചില മനുഷ്യർക്ക് അധികം ഒന്നും ആർക്കും പൈസ വേണ്ട പ്രിയരെ. മദർ തെരേസ പറഞ്ഞിരിക്കുന്ന അറിയാമോ? ഇന്ത്യയിൽ ജനകോടികൾ ദാരിദ്ര്യത്തിലുണ്ട്, പക്ഷേ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, the poverty of love is more than the real poverty. poverty of love, സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ് മറ്റു ദാരിദ്ര്യത്തെക്കാളും വലുതെന്ന്. ശരിയല്ലേ? നമ്മുടെയൊക്കെ ഭവനങ്ങൾ നോക്കി അറിയാമല്ലോ. സ്നേഹ ദാരിദ്ര്യം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളല്ലേ. ബന്ധങ്ങളുടെ ആത്മീയത ബോധപൂർവം നിങ്ങളും ഞാൻ സൃഷ്ടിച്ചേ മതിയാകും. ആരാധിക്കുന്ന സമൂഹത്തിൽ തൊട്ടടുത്ത് നിന്ന് ആരാധിക്കുന്ന മനുഷ്യരുടെ അടുക്കൽ ഒന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാം, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാം, ഒരു കുശലം ഒന്ന് ചോദിക്കാം. ചോദിക്കുകയില്ല. പിന്നെ വല്ലവരുടെയും കുറ്റവും കുറവുണ്ടെന്നുണ്ടെങ്കിൽ, കുഞ്ഞമ്മണി അറിഞ്ഞോ? ഇല്ല, തോമാച്ചൻ്റെ മോൾ ഒളിച്ചോടിപ്പോയി, വേറെ ജാതിക്കാരൻ ചെറുക്കൻ്റെ കൂടാ. ഓ, പിന്നെ അവിടെ അങ്ങ് വലിയ സംസാരമാണ്. നേരെ മറിച്ച് വേദനിക്കുന്നതും ദുഃഖിക്കുന്നതുമായ മനുഷ്യരോടൊപ്പം അവരുടെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും ആഴത്തിലേക്ക് ഒന്ന് കടന്നു എന്ന് ഒരു കുശലം ചോദിക്കാൻ മടിക്കുന്നവര് എന്താ ആത്മീയതയാ പ്രിയരെ? അതുകൊണ്ട് നസറാനായ യേശു പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടല്ലോ. ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോവുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. വലിയ കാര്യം ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല, ഒരു പാനപാത്രം വെള്ളം കൊടുക്കുക. അത് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കൂട്ടായ്മയുടെ തലമാണ്. ഈ ബന്ധങ്ങളാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇന്റർനെറ്റും ടിവിയും മൊബൈലും എല്ലാം വന്നു, കോണ്ടാക്ട് വർദ്ധിച്ചു, പക്ഷെ ബന്ധങ്ങൾ കുറഞ്ഞുപോയി. വി ആർ പൂവർ ഇൻ റിലേഷൻഷിപ്പ്. വി ആർ എക്സ്പീരിയൻസ് ദ പോവർട്ടി ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത്. എത്ര ഹൃദയങ്ങൾ, എത്ര പ്രായമുള്ളവർ, എത്ര മനുഷ്യർ നീറിപ്പോകുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കൗൺസിലിങ്ങിന് എടുക്കുന്ന ഒരു അമ്മയുടെ അനുഭവം കൂടെ പറഞ്ഞു ഞാൻ നിർത്തിക്കൊള്ളട്ടെ. ഈ പാവം സ്ത്രീ വന്നിച്ച് പറയുകയാണ്, നടുവിന് വേദന, പുറത്ത് വേദന, എല്ലായിടത്തും ഉള്ള സന്ധിക്കെല്ലാം വേദനയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറൊന്നും അല്ലല്ലോ, ഒരു ഡോക്ടറെ ഒന്ന് കാണരുതോ? ഉടനെ ആ സ്ത്രീ പറയുക, അച്ഛൻ ഡോക്ടറല്ലെന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛൻ എൻ്റെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ ഞാനൊരു ഡയബറ്റിക് രോഗിയാണ്,
പക്ഷെ പ്രാർത്ഥന കൊണ്ട് മാത്രം പറ്റുമോ? ഞാൻ അതിന് ദിവസവും ഇച്ചിരി ഗുളിക കഴിക്കുന്നുണ്ട്. നമുക്ക് അസുഖം വന്നാൽ മരുന്നൂടെ കഴിക്കണ്ടായോ? അതുകൊണ്ട് അമ്മ ഇച്ചിരി മരുന്നൂടൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഡോക്ടറെ ഒന്ന് കാണുന്നതോട് നല്ലതല്ലേ? അവരല്പസമയം ഒന്ന് ആലോചിച്ചു, ഒന്നും മിണ്ടിയില്ല. ഞാൻ ഉടനെ ചോദിച്ചു, ഭർത്താവിനോട് ഈ സങ്കടമൊക്കെ ഒന്ന് പറഞ്ഞ് അയാളെയും വിളിച്ചുകൊണ്ടൊന്ന് ഡോക്ടറെ അടുക്ക പോകരുതോ? ഈ സ്ത്രീയുടെ മുഖം അങ്ങ് മാറിയിട്ട് അവർ ശാന്തമായിരുന്ന ആ സ്ത്രീ പറയാണ്, ആ ദരിദ്രവാസിയുടെ കൂടെ ഇനി ഒരിടത്തും ഞാൻ പോകത്തില്ല. ആരെയാ വിളിച്ച്? ഭർത്താവിനെയാ. ആ ദരിദ്രവാസിയുടെ കൂടെ. ഞാൻ ചോദിച്ചു, എന്താ ഇത്രയും ദേഷ്യം ഉണ്ടായത്? അച്ഛാ, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ ഞാൻ പറയട്ടെ. കഴിഞ്ഞ മാസം എനിക്കൊരു അസുഖം വന്നച്ചാ, ആശുപത്രി കടന്നു, 10,000 രൂപ ചിലവാക്കി. അത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആ മനുഷ്യൻ അന്നു മുതൽ പറഞ്ഞു തുടങ്ങുക, എൻ്റെ കാശ് മുഴുവനും ഇവളുകൊണ്ട് കളഞ്ഞു, എൻ്റെ കാശ് മുഴുവനും കളഞ്ഞു. മനുഷ്യരെക്കാൾ പണത്തെ സ്നേഹിക്കുന്ന ചില ഭർത്താക്കന്മാർ, ഇവിടെ ഇരിക്കുന്നവരല്ല, നല്ല മനുഷ്യർ, മാലാഖമാരെ പോലെ ഇരിക്കുന്നവർ കേട്ടോ. പക്ഷെ ചിലയിടത്തെങ്കിലും ഉണ്ട്, അവർക്ക് സ്നേഹം എന്തിനോടാണ്? മനുഷ്യരോടല്ല സ്നേഹം, പണത്തോടാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ പറഞ്ഞത്, ഇൻ ഓൾഡൻ ഡേയ്സ് പീപ്പിൾ വെയർ ലവ്ഡ് ആൻഡ് തിങ്സ് വെയർ യൂസ്ഡ്. ഇൻ മോഡേൺ ഡേയ്സ് പീപ്പിൾ ആർ യൂസ്ഡ് ആൻഡ് തിങ്സ് ആർ ലവ്ഡ്. പഴയ കാലങ്ങളിൽ മനുഷ്യരെ സ്നേഹിച്ചു, വസ്തുക്കളെ ഉപയോഗിച്ചു. ഇന്ന് മനുഷ്യർ വസ്തുക്കളെ സ്നേഹിക്കുന്നു, മനുഷ്യരെ ഉപയോഗിക്കുന്നു. മനുഷ്യബന്ധങ്ങൾ ദരിദ്രമായ, ഊഷരമായ, ശൂന്യമായ ഒരു ഭൂമിയിൽ നിങ്ങളും ഞാനും ജീവിക്കുന്നു പ്രിയരെ. അതുകൊണ്ട് നമുക്ക് ആ സിമ്പിളായ ആത്മീയതയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നിഷ്കളങ്കവും നിർവ്യാജവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ആ ഒരു ആത്മീയ ജീവനിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.